ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യചിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാത് ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അഭി സതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരനാശം വിധായ ഹി തതോദയതേ വിവേകഃ. ഹരി ഓം തത്സ്. ഹരി ഹരി. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി 3 തവണ ഓംകാര ജപ തപോനുഷ്ഠാനം പതിവ് പോലെ കൈകോർത്ത് മടിയിൽ വെച്ച് ആകാവുന്നിടത്തോളം വിഷമിക്കാതെ നിവർന്നിരുന്ന് കണ്ണടച്ച് മനസ്സും വായും തുറന്ന് എല്ലാവരും കൂടി ജപിക്കൂ. ലോകത്തിൽ മുഴുവൻ ഇതിൻ്റെ ആ സംയുക്ത സ്വാധീനം പ്രസരിക്കണം, വ്യാപിക്കണം എന്നതാകണം നമ്മുടെ സങ്കല്പം. ഈ സങ്കല്പശക്തി മനുഷ്യന് മാത്രമേ ഉള്ളൂ ജീവരാശികളിൽ വെച്ച്. ഹരി ഹരി. ഓ പോരല്ലോ. ഓ ഹരി ഓം തത്സ്. ജയ ഗുരു. നമുക്ക് പതിവ് പോലെ ആ ശ്ലോകം ചൊല്ലുക. യദിദേഹം പൃഥകൃത്യ എല്ലാവരും നല്ലോണം നീട്ടി വലിച്ച് ചൊല്ലണം. ഈ മലയാളവും സംസ്കൃതവും കൂടി വളരെ അടുപ്പവും സാമഞ്ജസ്യവുമാണ്. മലയാളത്തിൽ നമുക്ക് 3 അക്ഷരം കൂടുതലാണ്. അപ്പോൾ ഉച്ചാരണത്തിന് സൗഷ്ഠവവും എല്ലാം കൂടും. യദിദേഹം പൃഥകൃത്യ ചിതി വിശ്രാമ്യ തിഷ്ഠസി അധുനൈവ സുഖീ ശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി. ഇങ്ങനെ ആയാൽ ഈ നിമിഷത്തിൽ തന്നെ ബന്ധനമുക്തനാകും നീ എന്നാണ് ഉപദേശം. വളരെ വിശേഷപ്പെട്ടതാ, നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നലെ നാം എതുവരെ പറഞ്ഞു നിർത്തിയോ ആ ശ്ലോകങ്ങൾ കൂട്ടത്തിൽ ചൊല്ലാം. കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ്ബ്രൂഹി മമ പ്രഭോ
तद्ब्रूहि मम प्रभो मुक्तिमिच्छसि चेत्तात मुक्तिमिच्छसि चेत्तात विषयान् विषवत्यज विषयान् विषवत्यज क्षमार्जवदयातोष क्षमार्जवदयातोष सत्यं पीयूषवद्भज सत्यं पीयूषवद्भजा न पृथ्वी न जलं नाग्निः न पृथ्वी न जलं नाग्निः न वायुर्द्यौर्न वा भवान् न वायुर्द्यौ न वा भवान् न वायुः न वायुः द्यौर्न वा भवान् द्यौर्न वा भवान् तेषां साक्षिणमात्मानं येषां साक्षिणमात्मानं चिद्रूपं विद्धि मुक्तये चिद्रूपं विद्धि मुक्तये चिद्रूपं विद्धि मुक्तये चिद्रूपं विद्धि मुक्तये നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് പരമാത്മതത്വമാണ്. ഭഗവത്ഗീതയിലും വാസ്തവത്തിൽ പരമാത്മതത്വം തന്നെ, ഉപനിഷത്തുകളിലും അത് മാത്രമാണ്. ഇനി ശ്രീമദ് ഭാഗവതം നിങ്ങൾ എടുക്കുകയാണെങ്കിലോ അവിടെയും പരമാത്മതത്വം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. സൂതൻ പറയുന്നു, വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. വേദേതിഹാസ പുരാണങ്ങൾ മുഴുവനും വായിച്ചിട്ടുള്ള ആളാണല്ലോ അങ്ങ്. അതിലെല്ലാറ്റിലും കൂടിയുള്ള കാതലും കഴുമ്പും എസൻസും എന്താ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ തത്വജ്ഞാനികൾ അറിവുള്ളവർ പറയുന്നത് ഇങ്ങനെയാണ്. വദന്തി തത്വവിദഃ, തത്വജ്ഞന്മാർ പറയുന്നു അത്രേ. നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരം അതാണെന്ന്. എന്താ? തത്വം യജ്ഞാനമദ്വയം, അദ്വയരൂപത്തിലുള്ള ജ്ഞാനം മനസ്സിലും ബുദ്ധിയിലും ഒരു പ്രത്യേക രൂപത്തിൽ, തത്വരൂപത്തിൽ, ഭാവനാരൂപത്തിൽ, ജ്ഞാനരൂപത്തിൽ ഉദിക്കും. അങ്ങനെ അദ്വയരൂപത്തിലുള്ള തത്വജ്ഞാനമാണ് വാസ്തവത്തിൽ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. അതിനെയാണ് ബ്രഹ്മമെന്ന ഉപനിഷത്തുകൾ പറയുന്നത്, പരമാത്മാ എന്നും ചിത്രീകരിക്കുന്നത്. അതിനെയാണ് ഭക്തിവിശ്വാസത്തിലുള്ള ജനങ്ങൾ ഭഗവാൻ 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 എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന വാക്കിന് എന്താ അർത്ഥം? അദ്വയജ്ഞാനം. അവസാനമുള്ള പൊരുൾ അറിവാണ്. പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് ഋഗ്വേദം നൽകുന്ന മഹാവാക്യം. നമ്മൾ കാണുന്നു ഈ ലോകത്തെ, സമ്മതിച്ചു. ലോകം മുഴുവനും കാണപ്പെടുന്നതാണ്. കാണപ്പെടുന്നതില്ലാതെ കാണുന്നവൻ തനിയെ നിൽക്കുന്ന അവസ്ഥയാണ് ഉറക്കം. അപ്പം കാണപ്പെടുന്നത് മുഴുവൻ ഇല്ലാതെ ആവുമ്പോൾ അവശേഷിക്കുന്നത് കാണുന്നവനാണ്. അപ്പം അങ്ങേയറ്റത്തെ തത്വം അല്ലെങ്കിൽ സത്യം പുറത്തുള്ള ഈ ദൃശ്യ സ്ഥൂല ലോകത്തിലോ അതോ ആ സ്ഥൂല ലോകത്തെയും ലോകവസ്തുക്കളെയും കാണുന്ന ദൃങ്മണ്ഡലത്തിൽ, ദൃഷ്ടമണ്ഡലത്തിലോ എന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കൂ. നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രം, അധ്യാത്മമായിരിക്കുന്ന തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ഇതിലെല്ലാറ്റിലും മുഴച്ച് കാണുന്നത് അനാദിയായ വേദകാലം മുതൽക്ക് നമ്മൾ ജ്ഞാനത്തെയാണ്. ജ്ഞാനാദേവ കൈവല്യപ്രാപ്തി, അറിവ് കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവത് സാക്ഷാത്കാരമുള്ളൂ, ഭഗവത് പ്രവേശമുള്ളൂ. മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയോ സിദ്ധിയോ നേട്ടമോ ഉള്ളൂ. ജ്ഞാനമാണ്, ഉണർവാണ്, കോൺഷ്യസ്നസ് ആണ് പരമമായ സത്യം. ആ സത്യത്തെ വെളിപ്പെടുത്തുമ്പോൾ അത് ഗ്രഹിക്കാനായിട്ട് ചില മൂല്യങ്ങൾ വേണം. ആ മൂല്യങ്ങളെക്കുറിച്ചാണ് ആര് പറഞ്ഞത്? അഷ്ടാവക്രൻ. ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജാന്ന് 5 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഭാരതീയ തത്വമൂല്യങ്ങൾ മനസ്സിലും ബുദ്ധിയിലും അധിഷ്ഠിതമാണ്, പുറമേയുള്ള ഒരൊറ്റ വസ്തുവിലല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിലുള്ള ഒരു സങ്കല്പമാണ്, പ്രത്യയമാണ്. ആ പ്രത്യയം ഉണ്ടായതും ഉദിക്കുന്നതും മനുഷ്യ മനസ്സിൽ, അതിനെ വിശകലനം ചെയ്യുന്നത് മനുഷ്യബുദ്ധി, നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതും മനുഷ്യബുദ്ധി. അപ്പം നാം എന്തെല്ലാം പറയുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, അതെല്ലാം ആദ്യവും അവസാനവും ഉദിക്കുന്നതും അസ്തമിക്കുന്നതും നമ്മുടെ ഉള്ളിലാണ്.
അതുകൊണ്ട് നാം അതിനെല്ലാം വേണ്ടതുപോലെയുള്ള വ്യാഖ്യാനങ്ങൾ നൽകണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൂല്യങ്ങളും നിഷ്ഠകളും തത്വങ്ങളും സദാചാരങ്ങളും എല്ലാം തന്നെ നമുക്കാണ് സദാചാരം. അപ്പോൾ ആ സദാചാരം മുഴുവൻ പ്രതിഷ്ഠിതമായിരിക്കുന്നത് ആരില്ല? മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയിൽ. സമ്മതിച്ചോ നിങ്ങൾ? 120 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. ഈ 120 കോടിയിൽ 2 കുട്ടികളോ 2-ലധികം കുട്ടികളോ ഒന്നിച്ചൊരു അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരണില്ല. ഇരട്ട പ്രസവിക്കുമ്പോഴും ഒരു കുട്ടിക്ക് ശേഷം വേറെ ഒന്നാണ് വരുന്നത്. ഈ 120 കോടി ജനങ്ങളായിത്തീരുന്നത് ഒറ്റയ്ക്ക് ഓരോ ഗൃഹത്തിൽ ഓരോ അമ്മയ്ക്ക് ഒരു ശിശുവായി ജനിച്ചവരാണ്. ജീവിതം മുഴുവൻ വ്യക്തിയമാണ്. വ്യക്തികളെ പെരുക്കുമ്പോഴാണ് സമൂഹം, കുടുംബമൊക്കെ ആവുന്നത്. അതാണ് ഒരു ജനത, ഒരു നേഷൻ, ഒരു രാഷ്ട്രം, ലോകം എന്നൊക്കെ നാം പറയുന്നുണ്ട്. വ്യക്തിയാണ് ഇതിൽ കേന്ദ്രീയമായിരിക്കുന്ന ബിന്ദു. ആ വ്യക്തിത്വത്തിൽ പരിശീലിക്കാനും അനുധാവനം ചെയ്യാനുമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മൂല്യങ്ങളും തത്വങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാം തന്നെ. ക്ഷമ, ആർജവം, ദയ, തോഷം, സത്യം എന്ന് പറയുന്ന 5 എണ്ണത്തിന് എവിടെയാണ് ഇവിടെ വേറെ എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ മനുഷ്യൻ കൊണ്ടു നടക്കേണ്ടതും പിന്തുടരേണ്ടതും ഉറപ്പിക്കേണ്ടതും അതിൽ സ്ഥായിയായ ഒരു നിലനിൽപ്പ് വരേണ്ടതുമാണ്. ഇതൊന്നും ശരീരത്തിനുള്ളതല്ല, മനസ്സിനും ബുദ്ധിക്കുമുള്ളതാണ്. ബുദ്ധി കൊണ്ട് ഗ്രഹിച്ച് മനസ്സിൻ്റെ ചിന്തനത്തിലും മനസ്സിൻ്റെ വികാരങ്ങളിലും മനസ്സിൻ്റെ പ്രചോദനങ്ങളിലുമെല്ലാം സദാ പ്രതിഫലിക്കേണ്ടതും നിഴലിക്കേണ്ടതും പ്രകാശിക്കേണ്ടതുമാണ് മൂല്യങ്ങൾ. ഇതേമാതിരി 5 മൂല്യങ്ങളെക്കുറിച്ച് ആദ്യമേ പറയുന്നുണ്ട്. അഹിംസ, സത്യമസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹ, ഏതത് സാമാസികം ധർമ്മം ചാതുർവർണ്യേ അബ്രവീൻ മനുഹു. മനു പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനുവാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ, ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കറാണ്. നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടി. 49 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുമായി വന്നത്. 1950 ജാനുവരി 26 ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾക്ക് കൊടുത്ത് അത് നിലവിൽ വന്നത് ഇവിടെ. അത് നാം രാജ്യം കിട്ടിയപ്പോൾ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഭരണ സംഹിതയാണ്. അതുപോലെ മനുഷ്യജീവിതത്തിന് മുഴുവനും ബാധിക്കുന്നതായ ഒരു സംഹിത എഴുതി വെച്ച ആളാണ് ആദ്യത്തെ ലോ ഗിവർ മനു. അദ്ദേഹം പറയുകയാണ്, എല്ലാവർക്കും ഒരുപോലെ അനുവർത്തനം ചെയ്യാനുള്ള 5 മൂല്യങ്ങളാണ് ധർമ്മം. അഹിംസ, ഹിംസിക്കരുത് എന്ന് പറഞ്ഞാൽ കൊല്ലരുത് എന്ന് മാത്രമല്ല, പീഡിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. സത്യം, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സത്യസന്ധത, നേരെ വാ നേരെ പോ, നെറിവ്, നേർമ, അതൊക്കെയാണ്. അസ്തേയം, ഇനി ഒരാളുടെ മുതൽ ആ ആളുടെ സമ്മതം കൂടാതെ ഒരു തരത്തിലും എടുക്കരുത്. മറ്റൊരാളുടെ മുതൽ സമ്മതം കൂടാതെ എടുക്കുമ്പോൾ അത് സ്തേയമായി, അതല്ലാത്തത് അസ്തേയം. ശൗചം, നല്ല വൃത്തിയും വെടുപ്പും വേണം. നമ്മുടെ ശരീരം വൃത്തിയാക്കണം, രഹസ്യപ്രദേശങ്ങൾ പ്രത്യേകിച്ചും വൃത്തിയാക്കണം. നാം ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നാം ഇരിക്കുന്ന മുറി, അടുക്കള, അതേമാതിരി ബാത്റൂം, കുളിമുറി എല്ലാം തന്നെ വൃത്തിയായി വയ്ക്കണം. ധരിക്കുന്ന വസ്ത്രം അതും വേണം. നമ്മുടെ പെരുമാറ്റത്തിൽ വൃത്തി വളരെ വേണം. ആ വൃത്തിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എച്ചിൽ. കേട്ടിട്ടുണ്ടോ? ഒരു ഐ സ്പെഷ്യലിസ്റ്റ് എന്നോട് പറയുകയാണ്, ഐഡിയൽ സിറ്റുവേഷൻ കൈ കൊണ്ട് കണ്ണ് തൊടാതെ ഇരിക്കുന്നതാണെന്ന്. എല്ലാ വിധത്തിലുള്ള ഇൻഫെക്ഷനും പോകാൻ നല്ലത് ആവശ്യം കൈ കൊണ്ട് കണ്ണ് തൊടേയരുത്. അതേമാതിരി കൈയും വായും കൂടി കൂട്ടിമുട്ടുന്നതിന് മുൻപും കൂട്ടിമുട്ടിയതിന് ശേഷവും കഴുകി വെടുപ്പാക്കുന്നതാണ് എച്ചിൽ എന്ന് പറയുന്ന ആ സംസ്കാരത്തിൽ അന്തർഗതമാകുന്നത്. നമുക്ക് പല സാധനങ്ങളും ഇൻഫെക്ഷ്യസ് ആണ്. ഏതൊക്കെയാ? നമ്മുടെ വീട്ടിൽ വാതിലടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഓടാമ്പലുണ്ടല്ലോ, ഏറ്റവും അണുക്കളുള്ളതാണ്. അതിലൊക്കെ അധികം അണുക്കളുള്ളതാണ് ടെലിഫോൺ. ആ ടെലിഫോൺ ഒരു ദിവസത്തിൽ 3-4 തവണയെങ്കിലും നിങ്ങൾ തുടച്ചു വെടുപ്പാക്കണം ഈറൻ തുണി കൊണ്ട്. അതാണ് അതിൻ്റെ കാര്യം, കണക്ക്. ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഒക്കെ പരിഷ്കൃതരല്ലേ, സമ്പന്നരല്ലേ, ധന്യരല്ലേ, സിവിലൈസ്ഡ് അല്ലേ, എഡ്യൂക്കേറ്റഡ് അല്ലേ, ഒക്കെയാണ്. ടെലിഫോൺ എടുത്താൽ നമ്മൾ എന്താ ചെയ്യണത്? ഇങ്ങനെ തുപ്പുക, ചുച്ചു പുച്ചു തുപ്പി തറയ്ക്കുക അതിൻ്റെ ഉള്ളിൽ. അത് തുടച്ചു വെടുപ്പാക്കുക. അങ്ങനെ ഒരു ഏർപ്പാടില്ല. പൊതു ടെലിഫോൺ ആണെങ്കിൽ മാക്സിമം മനസ്സിലാക്കിക്കോളൂ കൂട്ടരേ. എച്ചിൽ എന്ന് പറയുന്ന സംസ്കാരം വളരെ വിശേഷപ്പെട്ടതാണ്. നമ്മുടെ കറൻസി നോട്ട്സ് ഉണ്ട്, നോട്ടുകൾ, നാണയങ്ങളുമുണ്ട്. ഏറ്റവും അധികം ഇൻഫെക്റ്റഡാണ്. ചില മഹാന്മാർ പഠിച്ചവരും കൂടി
അവർ ഭഗവത്ഗീതയുടെ പുസ്തകവും കൂടി ഇങ്ങനെ എച്ചിലുകൊണ്ടാണ് മറിക്കുക. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ നാവ് എന്തിനുള്ളതാ? ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഉള്ളതാ. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചിരിക്കണം, പിന്നെ സംസാരിക്കാനാണ്. ഇത് രണ്ടിലും നല്ല നിയന്ത്രണം നിഷ്ഠയൊക്കെ നമുക്ക് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇന്ന് മുതൽ തുപ്പല് തൊട്ട് ഏട് മറിക്കുകയോ നോട്ട് മറിക്കുകയോ ചെയ്യുന്നവർ ഇന്ന് മുതൽക്ക് നിങ്ങളത് നിർത്തുമോ? സമ്മതിച്ചോ? എന്നാൽ കൈയൊന്ന് പൊന്തിക്കുക. എല്ലാവരും പൊന്തിച്ചോ? ഒന്ന് മനസ്സിലാക്കുമപ്പാ, നല്ല പോലെ ഒന്ന് മനസ്സിലാക്കും. ദ മോമെൻറ്റ് യു ടച്ച് എ കറൻസി നോട്ട് യു ഹാവ് ടു വാഷ് യുവർ ഹാൻഡ്. എത്ര ആൾക്കാരത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ്. അത് ക്യാരി ചെയ്യുന്ന ഇൻഫെക്ഷൻ ഒരു കണക്കൊന്നുമില്ല. ശൗചം ഇന്ദ്രിയ നിഗ്രഹ. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കൈകാലുണ്ട്, ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും വായുണ്ട്, പിന്നെ മലമൂത്ര വിസർജന ദ്വാരങ്ങളുണ്ട്. ഇതെല്ലാമാണ് കർമ്മേന്ദ്രിയങ്ങൾ. ആ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാറ്റിലും തന്നെ നിയന്ത്രണം വേണം നമുക്ക്. കണ്ണുകൊണ്ട് കാണുന്നതിൽ കണ്ടമാനം കണ്ടുകൊണ്ടിരുന്ന ഇപ്പം കമ്പ്യൂട്ടറിൻ്റെ മുൻപിലാണ് ഞാൻ അവിടെ ഒരു വാണിംഗ് ഇട്ടിരിക്കുക, ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ്, ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ്. അതും കേൾക്കാതെ കാണാതെ ഞാൻ പിന്നെയും ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എണീക്കണം, നടക്കണം എന്നൊക്കെയുള്ള വ്യവസ്ഥകളുണ്ട്, പ്രത്യേകിച്ചും കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ. ഞാൻ വളരെ മണിക്കൂറുകൾ കമ്പ്യൂട്ടറിൽ ചെലവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഈ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ് സർവ്വവിധത്തിലുള്ള തൊന്തരവും വരുന്നത്. ഭഗവത്ഗീതയിലുള്ള ഒരേ ഒരു ധർമ്മവിശേഷം ഇന്ദ്രിയ നിഗ്രഹമാണ്. ആ ഇന്ദ്രിയ നിഗ്രഹത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്, നമ്മളുടെ സംസാരമുണ്ടല്ലോ, ആ സംസാരം വളരെ വളരെ ഉത്സാഹഭരിതരാക്കി തീർക്കണം നമ്മളെയും കേൾക്കുന്നവരെയുമെല്ലാം. അക്ഷരം അക്ഷരം, ഞാൻ സംസ്കൃതത്തിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു 48 അക്ഷരമുണ്ട്. കണ്ഠ്യത്തിൽ നിന്ന് തുടങ്ങി ഓഷ്ടത്തിൽ അവസാനിക്കുന്ന വ്യഞ്ജനങ്ങൾ, അർദ്ധവ്യഞ്ജനങ്ങൾ, ഇങ്ങനെ പലതും. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം 3 അക്ഷരം കൂടുതലാണ്. ള, റ, ഴ എന്ന് പറയുന്ന 3 അക്ഷരം. അപ്പോൾ സംസ്കൃതത്തെ കവച്ചു വെച്ചു എന്നാണ് വിചാരം. എന്നാൽ നമ്മൾ മലയാളത്തിലുള്ള ഉച്ചാരണമോ, പലരും എന്നോട് പറയും ഞങ്ങൾക്ക് സ്വാമിജിയുടെ ലെക്ചർ കേൾക്കാൻ ഇഷ്ടമാണ്. എന്താ കാരണം? ഒന്നുമില്ലെങ്കിൽ സംസാരിക്കുന്ന മലയാളം നന്നാകുമെന്നാണ് പറയണവർ. ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല ഭാഷ സംസാരിക്കണം എന്നുള്ള വിചാരമുണ്ട്, ഉച്ചാരണശുദ്ധി വേണമെന്നുമുണ്ട്. അപ്പോൾ ഈ കാര്യം ഞാൻ ഓർത്തു നോക്കുമ്പോൾ പലരും ഈ മലയാളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താറില്ല. ജനങ്ങൾ കൂടിച്ചേരുമ്പോൾ കൂടുതൽ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവരെയൊക്കെ പഠിപ്പിക്കാനുള്ള പഠന കേന്ദ്രങ്ങൾ നമുക്ക് വേണം, അവർക്ക് അധ്യാപകന്മാർ വേണം. അപ്പോൾ ജനസംഖ്യ അങ്ങോട്ട് കൂടി പഠിക്കാനുള്ള താല്പര്യവും കൂടി എന്ന് വരുമ്പോൾ പഠിപ്പിൽ നിഷ്കർഷ കുറയും എപ്പോഴും. വെൻ മണി മൾട്ടിപ്ലൈസ് മെൻ ഡീകേ എന്നൊരു പ്രോവർബ് ഉണ്ട് ഇംഗ്ലീഷിൽ. പണം വർദ്ധിച്ചാൽ ജനങ്ങൾക്ക് സദാചാര മൂല്യങ്ങൾ കുറയും. അതേമാതിരി ഭാഷ സംസാരിക്കുന്നവരും വിനിയോഗിക്കുന്നവരും കണ്ടമാനം എണ്ണത്തിൽ കൂടിയാൽ ആ കൂടിയ എണ്ണത്തിന് മുഴുവനും വേണ്ടതുപോലെ നിലയ്ക്ക് നിർത്താനുള്ള സംവിധാനം, പഠന കേന്ദ്രങ്ങൾ, അധ്യാപികന്മാർ എല്ലാവരും വേണം. എന്നാൽ അങ്ങനെ ഉണ്ടാവാറില്ല. എൻ്റെ ചെറുപ്പത്തിലെ അച്ഛൻ ഞാൻ താന്ന് പറയുമ്പോൾ ശരിയില്ല എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യാൻ കുറേ നോക്കിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല എന്താ കറക്ഷൻ. അച്ഛൻ ഈ ചെയ്തത് ഓർമ്മയുണ്ട്. പിൽക്കാലത്ത് കുറച്ച് പ്രായം വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്താണ് കറക്ഷൻ. അങ്ങനെ ഞാൻ ഭാഷയെക്കുറിച്ച് ആലോചിക്കും. എനിക്ക് മലയാളം എഴുതാനായിട്ട് തൃശ്ശൂരിൽ നിന്നുള്ള ചിലരാണ് സഹായിക്കുന്നത് ആദ്യമേ മുതൽക്ക്. ഒന്ന് ഇന്ദിര വിജയകുമാർ, ഗീത മാധവൻ, പിന്നെ അനിത ഹരീന്ദ്രനാഥ്. ഇവർ 3 ആളുമാണ് മലയാളത്തിൽ എന്നെ സഹായിക്കുന്നത്. ആദ്യം അവർക്ക് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു 6 മാസം കഴിയുമ്പോഴേക്കും അവർക്ക് മലയാളത്തോടുള്ള ആഭിമുഖ്യവും സന്തോഷവും ഉത്സാഹവും തിമിർപ്പുമെല്ലാം എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഈ ഭാഷ ഇത്ര വിശേഷപ്പെട്ടതാണോ. ഞാൻ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുമ്പോൾ പിന്നാലെ അവർ വന്ന് നിൽക്കും. അവസാനത്തെ എഡിറ്റിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് എന്തെല്ലാം പോരായ്മ തോന്നുന്നുണ്ടോ പറയൂ എന്ന് പറയും. അവർ പറയുമ്പോഴേക്കും ഞാൻ ചടപടാന്ന് പറഞ്ഞ് അടിച്ചുണ്ടാക്കുന്നത്. കമ്പ്യൂട്ടറോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്താണെന്നറിയോ, തെറ്റൊക്കെ തീർത്ത് മാച്ച് റെഡിയാക്കി കൊണ്ടുവരും. നമ്മൾ എഴുതുമ്പോൾ എത്ര തലവേദനയ്ക്കും അത്രയധികം തെറ്റുകളും വെട്ടും തിരുത്തും ഉണ്ടാവും അതിൽ. അതൊന്നുമില്ല, ചന്ദ്രൻ ഉദിക്കുന്ന മാതിരി വരുമ്പോൾ എനിക്ക് കാണാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ എൻ്റെ ഒന്നാം തരം സുഹൃത്തെന്ന് മാത്രമല്ല ആനന്ദകാരിയുമാണ്. ആ ശ്രേഷ്ഠ മലയാളമായിരിക്കുന്നു നമ്മുടെ മലയാളം. ആ ശ്രേഷ്ഠ മലയാളമായപ്പോൾ അതിനെ കൂടുതൽ മധുരമലയാളമാക്കാൻ സംസാരിക്കുന്ന നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം.
ഞാൻ ഇത് സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പറയട്ടെ, വേണോ? കേൾക്കണോ? കേൾക്കണോ? ശരി. ഞാൻ എപ്പോഴും പറയണു, വായനക്കാരും സംസാരിക്കുന്നവരും കൂടി കൂടി വരുമ്പോൾ ആ ഭാഷയെ വേണ്ടതുപോലെ നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. നിഷ്കർഷകൾ കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു വണ്ടി വേഗം ഓടുമ്പോൾ അതിൻ്റെ മുകളിലുള്ള നിയന്ത്രണം നമുക്ക് കുറയും. അപ്പോൾ വളരെ സൂക്ഷിക്കണം. ഈ ഉച്ചാരണം എന്ന് പറയുന്നത് ആദ്യമായി അക്ഷരങ്ങൾ ഉച്ചരിക്കണം. അക്ഷരങ്ങളിൽ നിന്നാണ് പദോച്ചാരണം വരിക. ആ അക്ഷരങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു അക്ഷരം എഴുതിയാൽ ആ കണ്ണുകൊണ്ട് കണ്ട അക്ഷരം നമുക്ക് വായ കൊണ്ട് പറയാൻ സാധിക്കണം, പറയിപ്പിക്കാൻ പറ്റണം. ഇതൊരു ഭാഷയ്ക്ക് സാധിച്ചാൽ ആ ഭാഷ വിജയിച്ചു, ഫലപ്രദമായി. ഞാൻ എഴുതിയ അക്ഷരം എന്തിനെ സൂചിപ്പിക്കണം, അത് എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ളത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രഥമ ശ്രേണികളിൽ നമുക്ക് ആവശ്യം. നമുക്ക് ക ചേട്ട തപ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വ്യഞ്ജനങ്ങൾ 5 വകുപ്പാണ്. കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. അതിൽ ക ചേട്ട തപ. രണ്ടാമത്തതോ വർഗദ്വിതീയം ഖ ഛ ഠ ഥ ഭ. മൂന്നാമത്തതോ എളുപ്പം എല്ലാവരും പറയും ഗജടതപ. ഇനി വർഗ ചതുർത്ഥമാവുമ്പോഴോ ഘ ഝ ഢ ധ ഭ, ഖ ഛ ഠ ഥ ഭ, ഘ ഝ ഢ ധ ഭ. ഇത് രണ്ടും വ്യത്യാസപ്പെടുത്തി ഉച്ചരിച്ച് നിങ്ങൾ പഠിച്ചാലേ പറ്റുള്ളൂ. ഓരോന്നിനും വേണ്ട ഉറപ്പ്, ഘനം. ആ വർഗ ചതുർത്ഥം പറയുന്ന സമയത്ത് ഘ ഝ ഢ ധ ഭ, ആ മുഴക്കം അങ്ങോട്ട് വരണം, മൂക്കിൽ തട്ടിയിട്ടുള്ളത്. അത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. എവിടെയൊക്കെ വേണമെങ്കിൽ അവിടെയൊക്കെ പൊക്കോളൂ, ഒരു സ്ഥലത്തും പോണ്ട. അവനവൻ സ്വയം പരിശ്രമിച്ചാൽ മതി. കണ്ടത് കണ്ടമാതിരി നമുക്ക് പറയാൻ പറ്റണം. എന്തെങ്കിലും ഒരു സാഹിത്യമോ എന്ത് കിട്ടിയാലും വായിച്ചു കഴിഞ്ഞാൽ വായിച്ചത് വായിൽ നിന്ന് പുറപ്പെടണം. ബുദ്ധി കൊണ്ട് പരിശോധിക്കണം, അത് ശരിയായോ എന്ന് നോക്കണം, തൃപ്തിപ്പെടണം. അത് വരുമ്പോഴേ അന്വർത്ഥമാവുള്ളൂ. ദശരഥൻ എന്ന് പറയുമ്പോൾ മാഷേ അത് താത്താവോ അതോ ദാതാവോ എന്ന് ചോദിക്കാൻ ഇടവരരുത്. ദശരഥൻ. പല്ലിൻ്റെ ഉള്ളിൽ നാവ് ഇട്ടിട്ട് ഉച്ചരിച്ചാൽ അത് ശരിയായിക്കോളും. ഥ ഥ ശരിയായിക്കോളും. പല്ല് നാവ് കൊണ്ട് കടിച്ചിട്ടങ്ങട്, അല്ലെങ്കിൽ നാവ് പല്ലുകൊണ്ട് കടിച്ചങ്ങട് ഉച്ചരിച്ചാൽ അത് ശരിയാവും. ചോദിക്കാൻ ഇടവരരുത്. കഥാവധം എന്ന് എഴുതുമ്പോൾ അതേപോലെ തന്നെ ആവണം. അത് നമ്മൾ സാധാരണ ട എഴുതാറുണ്ട്. ട ട ട. എന്നാലോ ഇരിഞ്ഞാലക്കുട മൺകുടം 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 ഇരിഞ്ഞാലക്കുട കുട കുട കുട. അതെങ്ങനെയാണ് ഡാവായത്? ഇരിഞ്ഞാലക്കുട മൺകുടം എന്ന് തന്നെ പറയണം. അതിനുവേണ്ടി കുട്ടികളെ പഠിപ്പിക്കൂ. നമ്മളോ കേടുവന്ന് കഴിഞ്ഞു. ഇത് കുട്ടികളെ പഠിപ്പിക്കാനായി ചില ഈരടികളൊക്കെ പറഞ്ഞു കൊടുത്താൽ നന്ന്. ഞങ്ങളുടെ ആശ്രമത്തിലൊരു സംസ്കാര പൈതൃക ക്ലാസ് നടക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ കുട്ടികളുടെ ഉച്ചാരണത്തിനെ പറ്റി ഇടയ്ക്ക് സംസാരിക്കും. അപ്പം ഞാൻ ഒരു കുട്ടിക്ക് മുമ്പ് പഠിപ്പിക്കാൻ പുറപ്പെട്ടപ്പോൾ, കുട്ടിയല്ല ഒരു ബ്രഹ്മചാരിയാണ്. അപ്പം ഞാൻ ഒരു ഈരടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണത്? തഥ്യം കഥിക്കും പഥമല്ലോ പഥ്യം ധരിത്രിയിൽ ധന്യതധാമമാക്കാൻ. അപ്പം അതിലെന്തായി? തഥ്യം, ധരിത്രി. ആ ധ എന്നുള്ള ഉച്ചാരവും ധ എന്നുള്ള ഉച്ചാരവും പറഞ്ഞ് മനസ്സിലാക്കാനായി കാവ്യരൂപത്തിൽ രസകരമായി ഈരടി ഉണ്ടാക്കി കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ കറതീർന്ന മാർഗം. ഖലർ പിണയ്ക്കുന്ന ഖലത്വമെന്നും അഘൗഘമാണേറ്റമവർക്കു തന്നെ. ഛനത്വമേശാത നടപ്പവർക്കാം ജഷങ്ങൾ പോൽ സുന്ദരയാനമെന്നും. കേൾക്കുന്നുണ്ടോ? ആ രണ്ടക്ഷരം ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ആ അധികരവും പിന്നെ ഘോഷവും ആ 2 അക്ഷരങ്ങളാണ്. മഠങ്ങളിൽ പുക്കുമഹാനുഭാവർ വഴിക്കുതാൻ മൂഢത നീങ്ങിടേണ്ടു. ഫലിച്ചിടും ശാഖ കനിഞ്ഞിടുമ്പോൾ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഫലിച്ചിടും ശാഖ കുനിഞ്ഞിടുമ്പോൾ നമിക്കണം ജ്ഞാനഘനം വഹിപ്പോർ. ഒരു മരം പൂത്തങ്ങട് കായ്ക്കുമ്പോൾ ആ കൊമ്പുകൾ ഇങ്ങനെ താഴത്ത് വന്ന് നമിക്കും. അവ കുനിയുന്നത് പോലെ നമിക്കണം ജ്ഞാനഘനം വഹിപ്പോർ. അറിവ് കൂടി നമ്മുടെ ബുദ്ധി കൊഴുക്കുന്ന സമയത്ത് നമുക്ക് വിനയം കൂടുതലാണ് ആവശ്യമെന്ന്. ഇങ്ങനെ ചില ഈരടികൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് എപ്പോഴും നന്നായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇങ്ങനെ എന്ത് ചെയ്തിട്ടായാലും ഭാഷയെ വേണ്ടതുപോലെ നമ്മൾ രക്ഷിക്കണം. വാക്കുകൾ തമ്മിൽ ചേർക്കുന്ന സന്ധി വളരെ വിശേഷമാണ്. ന്യൂസ് പേപ്പറുകൾക്കൊക്കെ കാര്യമായിട്ടൊരു പങ്കുണ്ട് ഇക്കാലത്ത്.
അവരെന്തെഴുതുന്നറിയോ? പിതാവിൻ്റെ, മാതാവിൻ്റെ എന്ന് നമ്മൾ പറയുന്നതാ. എന്നാലും അവരെഴുതണത് എന്താ? ചിക്കാഗോയുടെ. അതെങ്ങനെയാണോ അത്? ആവോടുകൂടി ചേർക്കുന്നത് വി ആണ്. ഒരു കാലത്ത് തൃശ്ശൂരിൽ നടക്കുമ്പോൾ കണ്ടു മാതായുടേന്ന്. എന്താ? അമ്മയുടേന്ന് കേട്ടിട്ടുണ്ട്, മകളുടേന്ന് കേട്ടിട്ടുണ്ട്, സ്വസയുടേന്ന് കേട്ടിട്ടുണ്ട്. മാതായുടേന്നില്ല. അതും എഴുതി അത് പഠിക്കാനും ആൾക്കാരുണ്ടല്ലോ അവിടെ. അപ്പം നിങ്ങളെല്ലാവരും സ്വയം ഒരു ഭാഷാ ചാരിത്രം കൈക്കൊണ്ട് ഇതൊക്കെ ഒന്ന് വേണ്ടതുപോലെ ശരിയാക്കണം. മൃദു ഘോഷം എന്ന 2 ശബ്ദങ്ങളുണ്ടല്ലോ. കാ ഖ ടാ ഠ. കാ ഖ ഗ ഘ. ഗ മൃദുവാണ്, ഘ ഘോഷമാണ്. ഈ ശബ്ദങ്ങൾ മൃദുവും ഘോഷവും കൂടി ചേരുമ്പോൾ അതിൻ്റെ പിന്നാലെ ഒരു ഖരം വന്നാൽ അതിന് പല വിധത്തിലുള്ള മാറ്റം വരും. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ നാവിനും മനസ്സിനൊക്കെ ഇതറിയാം. പക്ഷേ എന്നാലും ചിലപ്പോൾ മാറ്റം വരികയാണ്. നമ്മളെ കബളിപ്പിക്കുന്ന കകാരം എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിലൊരിക്കൽ തോന്നുന്നുണ്ടായി. ഞങ്ങളുടെ ആശ്രമത്തിൽ 3 പേരായിരുന്നു. അമ്മിണി മലബാറുകാരിയാണ്, അവരിപ്പോൾ ഇല്ല. അമ്മിണിയുടെ സഹോദരൻ ഇവിടെ വന്നിട്ടുണ്ട്, മലബാറുകാരി. പൊന്നുപ്പാപ്പ തിരുവിതാംകൂറുകാരിയാണ്, ഞാനോ കൊച്ചിക്കാരൻ. അവർ അമ്മിണി മലയാളം രാമായണം വായിക്കുക. അപ്പോൾ വായിക്കുമ്പോൾ അവർ പെട്ടെന്ന് ആലോചിക്കുന്തോറും വായിച്ചു. എന്താ അമ്മിണി ഇങ്ങനെ വായിക്കണം? ആലോചിക്കുന്തോറും, ഇത് ചിക്കലാണ്, ആലോചിക്കലല്ലേ? പക്ഷെ ഞങ്ങൾ അങ്ങനെയാണ് പറയണേന്ന്. അന്ന് മുതൽക്ക് ഞാൻ ആലോചിച്ച് തുടങ്ങിയതാണ് ഈ മലയാള അക്ഷരങ്ങളുടെ കസരത്ത് എന്താ, അതിൻ്റെ സൂത്രവള്ളികൾ എന്താന്ന്. നടക്കാൻ പോകുമ്പോൾ ആലോചിക്കും. എന്നിട്ട് ഞാൻ കബളിക്കുന്ന കകാരം എന്ന് പറഞ്ഞ ഒരു ലേഖനം എഴുതി. ആ ലേഖനം പബ്ലിഷ് ചെയ്തില്ല, അങ്ങനെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഈ യകാരം ചേർത്ത് കകാരം എഴുതണം. ഞാൻ മാതൃഭൂമിക്ക് ഒരു എഴുത്തെഴുതി, എനിക്ക് മറുപടി വന്നില്ല. പക്ഷേ അതിന് ശേഷം അവരുടെ എഴുത്തിൽ മാറ്റം കാണാനുണ്ട്. ഇപ്പോഴും ഉണ്ട് തെറ്റ്. ആ തെറ്റെന്താന്ന് പറഞ്ഞു തരാം. ഈ ക എന്നുള്ളത് അ എന്ന് വരുന്ന ശബ്ദം. കീ എന്ന് പറയുമ്പോഴോ അത് എവിടുന്നാ വരണേ നോക്കൂ. അപ്പം കീ എന്ന് പറയുന്നതും കാ കു സമാനമാണ്. കീ കെ എന്ന് പറയുമ്പോൾ, കൈ എന്ന് പറയുമ്പോൾ കാര്യം മാറി. അപ്പം ഈ കീ കു പ്രയോഗത്തിൽ നമ്മുടെ ഭാഷ കേൾക്കുന്ന ക്ഷതമുണ്ടല്ലോ, വ്രണം, അത് വളരെ ബുദ്ധിമുട്ടാണ്, തീർക്കാൻ വിഷമാണ്. നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാത്തതിൽ മലയാളം അപവാദമാണത്, വലിയ അപമാനമാണ് അധ്യാപക വൃന്ദത്തിന് മുഴുവനും. ഞാൻ പറയുന്നതിന് നിങ്ങൾ മറുപടി പറയൂ. കറക്കുക, കറക്കുക. അതേ വാക്ക് കറയ്ക്കുക. ഇത് രണ്ടും വേറെ വേറെയല്ലേ? എന്താ മിണ്ടാത്തെ? പക്ഷേ യകാരം ചേർത്തില്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ വായിക്കും? പറയും കറക്കുക, കറയ്ക്കുക. ചുമക്കുക, ചുമയ്ക്കുക. ഒന്ന് ചുമക്കല, കഫീല. മറ്റത് ചുമക്കുക, എടുത്തുപോല. ഇത് രണ്ടിനും കൂ മാത്രം എഴുതിയാൽ മഹാഭാവം വായിക്കുന്നവരെങ്ങനെ വായിക്കും? ബുദ്ധിയുള്ളവർ വരെ വായിക്കാൻ പറ്റുമോ? ചുമക്കുക, ചുമയ്ക്കുക. അടക്കുക, അടയ്ക്കുക. ഒന്ന് അടക്കല, പിന്നെ ഒന്ന് അടയ്ക്കല. പറക്കുക, പറയ്ക്കുക. ആലോചിക്കുക. ഈ യകാരം ചേർത്ത് എഴുതേണ്ട വാക്കുകൾ അങ്ങനെ തന്നെ എഴുതണം. ഇതിന് വേറെ ഒരു റൂൾ എന്താന്ന് വെച്ചാൽ, ഈ യകാരം ചേർത്ത് പറയുന്ന വാക്കുകളൊക്കെ ഭൂതകാലത്ത് ചൂ എന്നായിത്തീരും. ആ ഭൂതകാലം കറച്ചു, ചുമച്ചു, അടച്ചു, പറച്ചു, ആലോചിച്ചു. നേരെ മറിച്ച് മറ്റുള്ള ശബ്ദങ്ങൾക്കോ അങ്ങനെയല്ല വരിക. കറന്നു, ചുമന്നു, അടക്കി, പറന്നു എന്നുള്ളതാണ്. എവിടെയൊക്കെ യകാരം ചേർത്ത വർത്തമാനകാലമുണ്ടോ അതിൻ്റെ ഭൂതകാലം വരുമ്പോൾ ചൂന്നായിത്തീരും. അപ്പോൾ യകാരം ചേർത്ത് എഴുതണം. എന്നാൽ ഈ യകാരം കില്ല, ഇല്ല എന്ന് ചേർക്കുമ്പോഴോ ആ യകാരം ആവശ്യമില്ല. സാധിക്കില്ല, അടക്കില്ല, പറക്കില്ല എന്ന് വരുമ്പോൾ ആ യകാരം അവിടെ ആവശ്യമില്ല, ഉച്ചാരണം ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട്, ഇക്കു ചേർത്ത് എഴുതുന്നുണ്ട്, വള്ളി ഇടുമ്പോഴും ആ യകാരമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരക്ഷരം നമ്മൾ കൂടിയെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വരുന്ന മഷിക്കയുടെ ചിലവ്, കടലാസിൻ്റെ ചിലവൊക്കെ പാരുമ്പോൾ ഈ തിരുത്തുകൾ വരുത്തിയാൽ ദേശീയ സമ്പാദ്യമാണ് കൂടാൻ പോണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കിത് കേൾക്കാൻ ഇഷ്ടമാണോ? പിന്നെയാണ് ഉദ്ഘാടനം, ഉദ്ഘാടനം, ഉദ്ഘാടനം. ഒരേ പത്രത്തിൽ 3 സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഉദ്ഘാടനം, ഒരു സ്ഥലത്ത് ഉദ്ഘാടനം, പിന്നെ ഒരു സ്ഥലത്ത് ഉദ്ഘാടനം. എന്താ ഇതിൻ്റെ അർത്ഥം? പത്മം, പത്മം എന്നുള്ള വാക്കിനെ പത്മമാക്കേണ്ട ആവശ്യം എന്താ?
ആത്മാ, വാത്സല്യം, നവവത്സരം ഇതൊക്കെ ശരിക്കും ആയാലേ മലയാളം മധുരമാകൂ, നമ്മുടെ ശ്രേഷ്ഠത വേണ്ടതുപോലെ നിലനിൽക്കൂ. വാൽമീകി എന്നുള്ളത് പലരും നിഷ്കർഷിച്ച് പറയും വാത്മീകി എന്ന്. അങ്ങനെയല്ല, വാൽമീകി തന്നെയാണ്. വൽമീകം എന്ന് വെച്ചാൽ പുറ്റ്. ആ പുറ്റിൽ നിന്ന് പുറത്തു വന്നതിനാൽ രത്നാകരന് വാൽമീകി എന്നുള്ള പേര് വന്നു. വൽമീകത്തിൽ നിന്ന് പുറത്തു വന്നതിനാൽ പാവം ആ രത്നാകരൻ വാൽമീകിയായി തന്നെ തുടരട്ടെ, അദ്ദേഹത്തിനെ വാത്മീകി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ മലയാളം കേട്ട് ഞാൻ ചിരിക്കുന്നതും സങ്കടപ്പെടുന്നതുമായ ഒരു വാക്കാണ് ഭയങ്കരം. നിങ്ങളൊക്കെ പറയണതാ, ഇതിലുണ്ട് അകലെയുള്ള വിദ്വാൻമാരും വിദുഷികളും ഒക്കെ. ഭയങ്കരം. ആ ഭയങ്കര പദം ഏട്ടം വലം നോക്കാതെയാണ് പ്രയോഗിക്കുന്നത്. ഭംഗിയെ വരെ അവർ ഭയങ്കര ഭംഗിയാക്കി കഴിഞ്ഞു. ഭംഗിയെ വരെ ഭയങ്കര ഭംഗി, ഭയങ്കര സന്തോഷം, ഭയങ്കര സമാധാനം, ഭയങ്കര ശാന്തി. അപ്പം ഈ ഭയങ്കരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. 5152 വർഷം മുൻപ് ആര്യത്വം കൈവന്നിരുന്നു കേരളീയർക്ക് എന്ന് മഹാഭാരതം പറയുന്നുണ്ട്. 5152 കൊല്ലം മുൻപിലാണ് മഹാഭാരതം എഴുതിയത്. ആ മഹാഭാരതത്തിൽ കേരളക്കരയെയും കേരളക്കാരെയും പരാമർശിക്കുന്ന സമയത്ത് വ്യാസദേവൻ പറയുന്നു അവർക്ക് ആര്യത്വം വന്നിട്ടുണ്ട് എന്ന്. പക്ഷേ ഈ വർത്തമാനം നമ്മുടെ ശ്രേഷ്ഠ ഭാഷയായി പരിഗണിക്കണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരിടത്തിലും അത് കണ്ടില്ല. നമുക്ക് ലഘൂകരിക്കുക എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ലഘുവാക്കി തീർക്കുക എന്ന. ദേശസാത്കരിക്കുക, ലഘൂകരിക്കുക, ഇങ്ങനെ ഓരോന്നും ഉണ്ടല്ലോ. അതുപോലെ പ്രതിനിധീകരിക്കുക എന്നൊരു വാക്കുണ്ട്. പ്രതിനിധീകരിക്കുക എന്ന് വെച്ചാൽ ഒരാളെ പ്രതിനിധിയാക്കുക എന്നാണ്. നിങ്ങളെ ഞാൻ എൻ്റെ പ്രതിനിധിയാക്കി പറഞ്ഞയച്ചു എന്നാണ് ഇപ്പം എല്ലാവരും പറയുന്നത്. കേരളത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ഇതെന്ത് ഗ്രഹപ്പിഴയപ്പോൾ അത്? കേരളത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു എന്നാണ് പറയേണ്ടത്. അവിടെയുണ്ട് നമുക്ക് വല്ലാത്തൊരു കുഴപ്പം. ഇന്ന് നമുക്ക് എത്രയോ സഭ്യതയും സിവിലൈസേഷനും കൂടിയിരിക്കുകയാണ്. ആ കൂടിയിരിക്കുന്ന നിലയെ നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എങ്ങനെ ശരിയാവും? അധ്യാപകർ തന്നെ വേണം ഈ പതനത്തിൽ നിന്ന് നമ്മുടെ ഭാഷയെ ഉയർത്താൻ. ആദ്യത്തെ 4 ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണത്രേ ഒരു മനുഷ്യൻ്റെ ഏറ്റവും മികച്ച ബുദ്ധിയും ഗവേഷണശീലവും ഒക്കെ ഉള്ളപ്പോൾ ആ ആളിൽ പ്രകാശിക്കുന്നതും അയാളെ കരുപ്പിടിപ്പിച്ചതും ആദ്യത്തെ 4 ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ്. ആ അധ്യാപകന്മാർ വെറും സാമാന്യരായാൽ പോരാ, കുട്ടികളുടെ മനഃശാസ്ത്രം മുഴുവനും നല്ല പോലെ മനസ്സിലായി പല ഭാഗങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും വരുന്നവരെ ഒന്നിച്ചിരുത്തി അവർക്ക് വേണ്ടത്ര സമയം ചെലവ് ചെയ്ത് അവരെ ഭാഷയും അതിൻ്റെ ശുദ്ധിയുമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ ഒരു നിവൃത്തിയില്ല. അച്ഛനമ്മമാർക്കും ഇതിൽ നല്ല ഒരു പങ്കുണ്ട്. അവർക്ക് കഴിയാത്ത ദൗത്യം നിർവഹിക്കാനാണ് അധ്യാപകന്മാരെ ഏൽപ്പിക്കുന്നത് കുട്ടികളെ എന്ന് മനസ്സിലാക്കി അധ്യാപകന്മാർ അച്ഛനമ്മമാരുടെ വിശ്വാസത്തിന് തക്ക വിധത്തിൽ ഉയർന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതേ വഴിയുള്ളൂ. Every citizen is molded in the schools and colleges of the country, of the state. ഒരു വീട്ടിൽ ജനിക്കുന്ന കുട്ടി അടുത്ത കാലത്ത് ദേശീയ പൗരനാകാൻ പോവാണ്. തെറ്റായ അക്ഷരവും പ്രയോഗവും സമാജത്തിൽ സ്ഥാനം പിടിച്ചാൽ പിന്നെ അത് മാറ്റിക്കളയാൻ വലിയ വിഷമമായിരിക്കും. ഭാഷാശുദ്ധി നിലനിർത്തുന്ന കാര്യത്തിൽ പ്രത്യേകമായ ഒരു വിഭാഗം തന്നെ വർത്തമാന പത്രങ്ങൾക്കുണ്ടായി. അവർ നിഷ്കർഷിച്ച് തെറ്റുകൾ തിരുത്തി നല്ല പോലെ എഴുതേണ്ടതാണ്. പ്രൂഫ് വായിക്കുന്നവർ, മറ്റ് ബന്ധപ്പെട്ടവരെല്ലാവർക്കും തന്നെ തക്ക പരിശീലനം കൊടുത്ത് നമ്മുടെ മലയാളത്തിൻ്റെ മിഴിവും മികവും മധുരവും, ഒരു ഭാഗത്ത് അതിനൊരു മിഴിവുണ്ട്, മികവുണ്ട്, അതിന് മധുരവുമുണ്ട്. അതെല്ലാം നല്ല പോലെ തിളക്കണം. ആ തിളക്കത്തക്ക വിധത്തിൽ നിങ്ങളെല്ലാവരും ഈ ദൗത്യമേൽക്കൂ. ഞാൻ ഇന്നിതാ നിങ്ങളെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ഇത് എന്തിനാ പറഞ്ഞത്? ഇന്ദ്രിയ നിഗ്രഹത്തിൽ പെട്ടതാണ് ഇത് മുഴുവനും. നമ്മുടെ വായ്ക്ക് 2 ദൗത്യമാണ്. ഒന്ന് ഭക്ഷണം കഴിക്കുക, അതിൽ നല്ല നിയന്ത്രണം വേണം. വായിൽ നിന്ന് വരുന്ന വാക്കുകളെ നിയന്ത്രിക്കണം. എൻ്റെ അച്ഛൻ ചെറുപ്പകാലത്ത് പറയും, ഈർക്കലി പൊളിച്ചു തന്ന് നാവ് നല്ലോണം വടിക്കണം, തടിക്കാൻ അനുവദിക്കരുതെന്ന്. അക്ഷരം നന്നായില്ലെങ്കിൽ തടിക്കാൻ അനുവദിക്കരുത്. നല്ലോണം നാവ് വടിക്കണം. നാവ് വടിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇന്ത്യയിലേ ഉള്ളൂ, പാശ്ചാത്യർക്കൊന്നും അതില്ല. അതാണ് അവരുടെ വാക്കുകളും പോക്കുകളൊക്കെ ഷൂഷൂഷൂഷൂന്നല്ലേ. ഇതുമാതിരിയുള്ള സ്ഫുടാക്ഷരങ്ങളല്ലല്ലോ അവർക്ക്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മലയാളത്തിനോടൊരു നല്ല ആഭിമുഖ്യം നിലർത്തി അങ്ങനെ കൊണ്ടുപോകണം. അപ്പോഴേ കാര്യങ്ങൾ നടക്കുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്?
ന പൃഥ്വീ ന ജലം വായുഃ ന പൃഥ്വീ ന ജലം നാഗ്നിഃ ന വായുർദ്യൗർന വാ ഭവാൻ യേഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയേ. ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ കൂടെ ഉണ്ടാവുമോ? ഈ പ്രപഞ്ചം മുഴുവനും പഞ്ചഭൂതങ്ങളാണ്. അത് വിട്ട് ഒരു തുരുമ്പ് ഇവിടെ കാണില്ല. പഞ്ചഭൂതങ്ങൾ, ആ പഞ്ചഭൂതങ്ങളുടെ മിശ്രണം കൊണ്ടുണ്ടാവുന്ന വസ്തുക്കൾ, അത് മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ. ഈ പഞ്ചഭൂതങ്ങൾ അത്രയും ജഡമാണ്. ആ ജഡമായ പഞ്ചഭൂതങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ സാക്ഷിയായി ഉണരാനോ ഉണർത്തിക്കാനോ പറയാനോ പറ്റില്ല. നിങ്ങൾ എന്നോട് പറയൂ, ഏതെങ്കിലും ഒരു ദ്രവ്യമോ ഒരു എനർജിയോ എന്തെങ്കിലും തരത്തിൽ അതിന് ഫീലിങ്ങോ സെൻസേഷനോ മെമ്മറിയോ ഓർമ്മയോ എന്തെങ്കിലും അതിനുണ്ടാവുമോ? എന്താ മിണ്ടാത്തെ? ഉണ്ടാവുമോ? ഭൂമി ദ്രവ്യമാണ്, വെള്ളം ദ്രവ്യമാണ്, വായു ദ്രവ്യമാണ്, അഗ്നി എനർജിയാണ്, ഊർജമാണ്, ആകാശവും അതിൽപ്പെട്ടതാണ്. ഈ അഞ്ചെണ്ണത്തിനും വലിയ ഉണർവ് 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 സംവേദന ശക്തി. സംവേദനം ഇവിടെ ആർക്കുണ്ട് എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ നിന്ന് ആരംഭിച്ച് മനുഷ്യപര്യന്തമുള്ള ജീവജാലങ്ങൾക്കേ ഉള്ളൂ. നമ്മുടെ സമുദ്രത്തിൻ്റെ ഉള്ളിലുണ്ട് വൃക്ഷങ്ങൾ, ചെടികൾ, ജലജന്തുക്കൾ. കരയിലുണ്ട് കരജന്തുക്കൾ. അവിടെ വള്ളികളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, ചെടികളുണ്ട്, പല വിധത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. ഇതൊക്കെ കോൺഷ്യസ് ആണ്, ഉണർവുള്ളതാണ്, ചേതനാംശമുള്ളതാണ്. ഇന്നലെ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ഇപ്പം നമ്മുടെ പഞ്ചഭൂത നിർമ്മിതമായ പല ഗോളങ്ങൾ ലോകത്തിലുണ്ട്. ആ ഗോളത്തിൽ ഇതുവരെ നമ്മൾ ഭൂമി ഒഴികെ ഒന്നിലും ജീവനുള്ളതായി കണ്ടെത്തിയിട്ടില്ല. ഭൂമിയിൽ മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവനുള്ളത്. ആ ജീവൻ സസ്യങ്ങളിൽ നിന്ന് ആരംഭിച്ച് അമീബ മുതൽക്ക് തുടങ്ങി മനുഷ്യൻ വരെയാണ് വളർന്നിരിക്കുന്നത്. മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, എനിക്ക് സന്തോഷമായി. എന്താ കാരണം? ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ടേ നമുക്ക് ഭഗവാനെയോ അന്തരാത്മാവിനെയോ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് മനുഷ്യ ശരീരം രചിച്ചപ്പോൾ തൃപ്തി വന്നു, പൂർണ്ണമായി പൂർണ്ണമായി എന്ന് പറയുന്നു. അപ്പം ഇവിടെ പറയുന്നത് എന്താ? ഈ ലോകത്തിലുള്ള പഞ്ചഭൂതങ്ങൾ ഒന്നുമല്ല നിങ്ങൾ, നേരെ മറിച്ച് യേഷാം സാക്ഷിണം, അവയെ കാണുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന, ആ കാഴ്ചയെ ഉണരുന്ന, ആ കാഴ്ചയെ വിവരിക്കുന്ന, അത് പ്രകടമാക്കുന്ന, ശബ്ദം കൊണ്ടും മറ്റു പ്രകാരത്തിലും പ്രകടമാക്കാൻ ശക്തിയുള്ള ചിദ്രൂപമാണ് താൻ എന്നാണ് പറയുന്നത്. അപ്പം ബാക്കിയുള്ളതൊക്കെ ജഡമാണ്. ഇത് മാത്രമേ ചേതനമായിട്ടുള്ളൂ. ആ ചേതനം എന്ന് പറയുന്നത് ലോകത്തിൽ ഒന്നേ ഉള്ളൂ. അത് ഉള്ളത് കൊണ്ടാണ് സസ്യലതാദികൾ, ജന്തുക്കൾ, ജീവികൾ, മനുഷ്യനടക്കം. അതല്ലാത്തതിലൊന്നും ഈ ചേതനം കാണില്ല. 6 എണ്ണമുണ്ട് എല്ലാം കൂടി, അതിൽ 5 എണ്ണം ജഡമാണ്, 6ാമത്തത് മാത്രമാണ് ചേതനം. ആ ചേതനമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലിരുന്ന് ശരീരമടക്കമുള്ള പഞ്ചഭൂതങ്ങളെ ഗ്രഹിച്ച് ഉണർന്ന് വിവരിച്ച് ആശയവിനിമയം ചെയ്യുന്നത്. ഇനി നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഈ ചേതന പഞ്ചഭൂതങ്ങൾ തന്നതാകാൻ വഴിയുണ്ടോ? എന്താ മിണ്ടാത്തെ? ഭൂമിയാണോ നമുക്ക് ചേതന തന്നിരിക്കുന്നത്? ഭൂമി സ്വയം ജഡമാണ്. അപ്പം പഞ്ചഭൂതങ്ങളിൽ നിന്നും ഒന്നുമല്ല നമ്മുടെ ഉള്ളിലുള്ള ഉള്ളുണർവ്, ശുദ്ധബോധം. അപ്പം ആ ശുദ്ധബോധത്തിനുള്ള മികവ്, അതിനുള്ള സ്വാതന്ത്ര്യം, അതിൻ്റെ ആ മഹിമ, അതിൻ്റെ ആ പാരമ്യത നമുക്ക് നമ്മളിലുള്ളതാണ്. അത് പുറമേ നിന്ന് വരുന്നതല്ല. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഞാനെന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നതായ ഉള്ളുണർവുണ്ടല്ലോ, അന്തരാത്മാവ്, അതിൻ്റെ സ്ഥാനം എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. അതാണ് ഉപനിഷത്ത് പാടുന്നത്, കഠോപനിഷത്ത്. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിദം വിഭാതി. ഈ ലോകം നിങ്ങളെ പ്രകാശിപ്പിക്കുന്നുവോ അതോ നിങ്ങൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നുവോ? എന്താ കൂട്ടരെ ഒന്നും മിണ്ടേൻ?
ഒരു ഭൂമിയുണ്ട് ഇവിടെ, സമുദ്രമുണ്ട് ഇവിടെ, ഗോളങ്ങളുണ്ട് ഇവിടെ, ആകാശമുണ്ട് ഇവിടെ, അനന്തമാണ് ലോകം, അസംഖ്യമാണ് ഗോളങ്ങൾ എന്നിങ്ങനെ മനുഷ്യനല്ലേ ചിത്രീകരിക്കുന്നത്? എപ്പോഴെങ്കിലും ഭൂമി പറയുന്നുണ്ടോ ഞാനുണ്ട്? പറയുന്നുണ്ടോ? എന്താ നിങ്ങൾ മിണ്ടാത്തെ? നിങ്ങൾ സൂര്യനെ കാണുമ്പോൾ സൂര്യൻ നിങ്ങളെ കാണുന്നുണ്ടോ? നിങ്ങളെപ്പോലെ ഉള്ളവർ കാണുന്നു, ജീവജാലങ്ങൾ കാണുന്നു, അത്രയേ ഉള്ളൂ. ഈ ഭൂമിയെ പ്രകാശിപ്പിക്കുന്നത് ആര്? ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് ആര്? നാമാണ്. നാം പ്രകാശകരാണ്, പ്രകാശകമാണ് നമ്മുടെ സ്വരൂപം. ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശിപ്പിക്കപ്പെടുന്നതാണ്. The world is an object of perception. The perceiving individual is somebody different from the world. The entire perception is a process. It proceeds from the perceiver. The perceiver is not the body. It is within the body. The perceiving process commences from within. And as a result we have the perception. So the perceiver, the perceiving process and the perception, all of them together alike, are they not within your body in the sphere of consciousness? English ആയിപ്പോയല്ലേ? നാം ദർശിക്കുക എന്ന് പറയുന്ന ആ ദർശനം, ആ ക്രിയ എവിടുന്ന് തുടങ്ങി? ദ്രഷ്ടാവിൽ നിന്ന് തുടങ്ങി. ഈ കാണുന്ന ലോകം മുഴുവനും ദൃശ്യമാണ്, കാണപ്പെടേണ്ടതാണ്. അപ്പം എന്നിൽ നിന്ന്, ദ്രഷ്ടാവിൽ നിന്ന്, ഉള്ളിൽ നിന്ന് തുടങ്ങിയ ദർശന പ്രക്രിയ, ആ പ്രക്രിയയുടെ അനന്തരഫലമായി ലോകത്തെ കണ്ട ദൃശ്യം എന്ന് പറയുന്ന ഒരു പതിപ്പ് ഉണ്ടാക്കി തീർത്തു. അപ്പം ഈ ദൃശ്യമാകട്ടെ, ദർശനമാകട്ടെ, ദ്രഷ്ടാവാകട്ടെ, ഇത് മൂന്നും എവിടെയാ കൂട്ടരെ? ഉള്ളിലോ പുറത്തോ? ഉള്ളിലോ പുറത്തോ? ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ? കാറ്റ് ശരീരത്തിലേക്കാണ് പോകുന്നത്, വെളിച്ചം കണ്ണിലേക്കുള്ളതാണ്. നമ്മുടെ ഉള്ളുണർവിലേക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഒരു തുരുമ്പ് കൂടി നമുക്ക് കിട്ടുന്നില്ല. നാമാണ് മികവോടുകൂടി ഈ ലോകത്തെ കാണിച്ചു തരുന്നത്. അനന്തലോകത്തെ കണ്ട് അനന്തമാണിത് എന്ന് പറയാനുള്ള പ്രാപ്തി മനുഷ്യന് മാത്രമേ ഉള്ളൂ. അത് ശരീരത്തിൻ്റെ പ്രാപ്തിയല്ല, കണ്ണിൻ്റെ പ്രാപ്തിയല്ല. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തോ. കേട്ടിട്ടില്ലേ നിങ്ങൾ? കേട്ടുവല്ലേ? കേട്ടു. കേട്ടിട്ടുണ്ട് സ്വാമിജി. എഴുത്തച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് ഹരിനാമ കീർത്തനത്തിൽ. അതവിടെ ഇരിക്കണു. ഈ ഏട്ടിലുള്ള ചൊരയ്ക്ക വീട്ടിൽ ഭക്ഷണത്തിനാവില്ലല്ലോ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ. എൻ്റെ കണ്ണുകൊണ്ടാണ് ഞാൻ കാണുന്നത്. കണ്ണിനെ ഞാൻ വിനിയോഗിച്ചാലേ കാണുള്ളൂ. അതിന് മനസ്സ് വേണം. മനസ്സിനെ വിനിയോഗിക്കാൻ ബുദ്ധി വേണം. ബുദ്ധിയെ വിനിയോഗിക്കാൻ അതിനും അപ്പുറത്തുള്ള ഒന്ന് വേണം. അതാണ് പരമപ്രകാശം. ആ പ്രകാശത്തിലേക്ക് ന തത്ര സൂര്യോ ഭാതി, അവിടെ സൂര്യൻ പ്രകാശിപ്പിക്കില്ല. ന ചന്ദ്രതാരകം, ചന്ദ്രനുമില്ല, നക്ഷത്രവുമില്ല. നേമാ വിദ്യുതോ ഭാന്തി, ഇടിമിന്നൽ ചെല്ലുമോ? ചെല്ലില്ല. കുതോയമഗ്നി, എന്നിട്ടാണോ നാം ഈ കാണിക്കുന്ന അഗ്നി ദീപാരാധന? ഹോമകുണ്ടത്തിൽ ജ്വലിപ്പിച്ച് പലതും നാം നൽകുന്നുണ്ടല്ലോ. ആ നൽകുന്ന സമയത്ത് ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് പറയുന്നത്. ആ കർമ്മം നമുക്ക് ആവശ്യമാണ്. ക്ഷേത്രം വേണം, ആരാധന വേണം, ആരാധനാക്രമങ്ങളും മുറകളും വേണം. ഇതെല്ലാം അച്ചടക്കമാണ്, നിഷ്ഠയാണ്, നിയന്ത്രണമാണ്, അനുശാസനമാണ്. അതൊക്കെ നടക്കുമ്പോഴേ അതിനെ വിമർശന ബുദ്ധിയാ പരിഗണിച്ച് നമുക്കൊരു ഉണർവും ഒരു ഉള്ളുയർച്ചയും ഉണ്ടാക്കാൻ സാധിക്കൂ. ആ ദീപാരാധനയ്ക്ക് പോലും നമ്മൾ പറയുന്ന മന്ത്രം ഇതാണ്: ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി. സൂര്യചന്ദ്രാദി നക്ഷത്രാദികൾ പ്രകാശിപ്പിക്കാൻ പറ്റാത്ത ഉൾപ്രകാശത്തെ പ്രകാശിപ്പിക്കാനാണ് ഞാൻ ദീപാരാധന കാണിക്കുന്നത്. അതിൻ്റെ പ്രതീകം എന്നുള്ള നിലയ്ക്ക് വിഗ്രഹത്തിൻ്റെ മുകളിൽ എൻ്റെ ദീപം അതിനെ പ്രകാശിപ്പിക്കില്ല. ഈ ദീപത്തെ നോക്കിക്കാണുന്ന കണ്ണിലേക്ക് പോകണം, കണ്ണിനെ കാണിച്ചു തരുന്ന മനസ്സിലേക്ക് പോകണം, മനസ്സിനെ വെളിപ്പെടുത്തുന്ന ബുദ്ധിയിലേക്ക് പോകണം. ബുദ്ധിയെയും കടന്ന് ഞാൻ എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്ന അന്തരാത്മാവിൻ്റെ ആ തലത്തിൽ ചെന്നാലാണ് പരമപ്രകാശം. പരമപ്രകാശം പാഞ്ചഭൗതിക ദൃശ്യം തു സദാ തജ്ജഡമേവ ഹി
തദ്രഷ്ടാഭാതിയോന്തസ്തു സോഹം ചിദ്രൂപവൈ സദാ. ഇത് ഞാനൊരു ശ്ലോകം എഴുതിയതാ, നിങ്ങളോട് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിൽ വിവരിക്കാമെന്ന് പറഞ്ഞു. പാഞ്ചഭൗതിക ദൃശ്യം തു സദാ തജ്ജഡമേവഹി. ഈ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന പാഞ്ചഭൗതികമായ ദൃശ്യമുണ്ടല്ലോ, അത് എപ്പോഴും ഇനേർട്ട്, ഇൻസെൻഷ്യൻ, ജഡമാണ്. തദ്രഷ്ടാഭാതി, അതിനെ നോക്കി കാണുന്നവൻ മാത്രമാണ് ഇവിടെ പ്രകാശസ്വരൂപം, ചേതന. സഹ അന്തസ്തു, അത് ശരീരത്തിൻ്റെ ഉള്ളിലാണ്. സോഹം, ആ ഉള്ളിലുള്ള ആ പ്രകാശം, പ്രകാശിപ്പിക്കുന്ന ആ ഉണർവാണ് ഞാൻ. ചിദ്രൂപവൈ സദാ, അതിനെയാണ് കോൺഷ്യസ്നെസ്, പ്രജ്ഞ, ചൈതന്യം എന്നൊക്കെ പറയുന്നത്. ഭഗവത്ഗീതയിൽ അർജുനൻ്റെ മനസ്സിന് സമാധാനമുണ്ടാക്കി, ദുഃഖങ്ങളെല്ലാം നീക്കി സമാധാനമുണ്ടാക്കി, ആശയത്തെളിച്ചം കൊടുത്ത് വഴുതിപ്പോയ ഗാണ്ഡീവത്തെ തിരിച്ചെടുത്ത് 18 ദിവസം യുദ്ധം ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചതും നിർബന്ധിച്ചതും ആശയത്തെളിച്ചം ഉണ്ടാക്കി കൊടുത്തതും കൃഷ്ണനാണല്ലോ. ആ കൃഷ്ണൻ പറയുന്നു, അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യയേവച നിത്യഃ സർവഗതസ്ഥാണു അചലോയം സനാതനഃ അചലോയം സനാതനഃ എന്നിങ്ങനെ അച്ഛേദ്യമായ യുദ്ധഭാഷയിൽ ചിത്രീകരിച്ചത് ഈ ഉൾപ്രകാശത്തെയാണ്. കൃഷ്ണൻ 13-ാമത്തെ അധ്യായത്തിൽ പോയി ഒരു നല്ല ആശയം പ്രകടമാക്കുന്നുണ്ട്. ക്ഷേത്രജ്ഞ വിഭാഗയോഗം. നിങ്ങൾക്കിതൊക്കെ കേൾക്കണോ? ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തി തം പ്രാഹുഃ ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ എന്ന് 2 വാക്ക്, 2 സങ്കല്പം. ക്ഷേത്രം എന്നൊരു ശബ്ദം, ക്ഷേത്രജ്ഞൻ എന്നൊരു ശബ്ദം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സമാഹാരം എന്ന് വെച്ചോളൂ. ജ്ഞൻ എന്ന് പറയുമ്പോൾ അറിയുന്നവൻ. അപ്പം 2 എണ്ണമാണ്. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരം മുഴുവനും കൂടി അർജുന ക്ഷേത്രം എന്നാണ് ഇതിനെ എല്ലാവരും പറയുന്നത്, വിളിക്കുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ്, നമുക്ക് കാണാനും കേൾക്കാനും വിനിയോഗിക്കാനും എല്ലാം വേണ്ടിയിട്ടുള്ള ഒരു പാത്രം, ഉപകരണം എന്നാണ് അർത്ഥം. ഇപ്പോൾ ഒരു വയലുണ്ടെങ്കിൽ ആ വയലിൽ നമ്മൾ എന്ത് ചെയ്യും? പൂട്ടും, ഉഴും, അതിന് വേണ്ടതുപോലെ പൊടിയൊക്കെ തട്ടി തണുപ്പാക്കി അവസാനം വിത്തിട്ട് നമുക്ക് കൃഷിയെടുത്ത് വിളയെടുത്ത് കൊയ്തു കൊണ്ടുവരുന്നത് വരെ അതിനൊരു പാത്രവും നിദാനവും അധിഷ്ഠാനവുമായിരിക്കുന്നതാണ് വയൽ. അതുപോലെ ഈ ശരീരവും നമുക്ക് കാണാനും കേൾക്കാനും വിനിയോഗിക്കാനുമുള്ള വിശേഷപ്പെട്ട ഒരു ഓബ്ജക്റ്റ്, ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇനി ക്ഷേത്രജ്ഞനാരാ? ഏതദ്യോ വേത്തി തം പ്രാഹുഃ ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ഇതിനെ ആരാണോ മനസ്സിലാക്കുന്നത്, ഉണരുന്നത്, ആ ഉണരുന്നവനാണ് ക്ഷേത്രജ്ഞൻ. ആ ക്ഷേത്രജ്ഞൻ ആരാണെന്നറിയാമോ? ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായി പരിലസിക്കുന്നത് ഞാനാണ്. ഇനി നിങ്ങൾ ഈശ്വരനെ കാണാൻ പുറത്തേക്ക് പോകണമെന്നുള്ളത് ഇപ്പം പറയണം. ഭഗവാൻ എവിടെയാണ്? ഈ ശരീരത്തിനെ അറിയുന്ന ക്ഷേത്രജ്ഞനാണ് ഞാൻ. എല്ലാ ക്ഷേത്രത്തിലും ഏതദ്യോ വേത്തി തം പ്രാഹുഃ ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ഈ ശരീരത്തെ ഉണർന്നുകൊണ്ട്, അറിഞ്ഞുകൊണ്ട്, വിനിയോഗിച്ചുകൊണ്ട് പല വിധത്തിലുള്ള കർമ്മങ്ങൾ, കർമ്മബാഹുല്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉള്ളിലുള്ള ആ ചൈതന്യമുണ്ടല്ലോ, അതാണ് ക്ഷേത്രജ്ഞൻ. ഈ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ആ ജ്ഞാനമുണ്ടല്ലോ, ആ ജ്ഞാനം എന്തോ അതാണ് വാസ്തവത്തിൽ ഈശ്വരജ്ഞാനം. ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. ഇവിടെ പഞ്ചഭൂതങ്ങൾ മാത്രമാണ്. പഞ്ചഭൂതങ്ങളെ അറിയുന്നവൻ സാക്ഷി എന്ന് പറഞ്ഞു നിർത്തി ആര്? അഷ്ടാവക്രൻ ജനകൻ്റെ മുൻപിൽ. ആരോ ചോദിച്ചു, സ്വാമിജി കുറേ ആൾക്കാരിവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, അവർക്ക് ജനകൻ സീതയുടെ വളർത്തച്ഛന് മാത്രമേ അറിയുള്ളൂ, ഒന്നും കൂടി സംക്ഷിപ്തമായിട്ട് പറയണമെന്ന്. ജനക മഹാരാജാവ് വേദോപനിഷത്ത് കാലത്ത് വളരെ പ്രസിദ്ധമായി പലയിടത്തും പ്രത്യക്ഷപ്പെടുന്ന ഒരു വിശേഷപ്പെട്ട മഹാരാജാവാണ്.
അദ്ദേഹത്തിൻ്റെ വിവരണമാണ് ദൃഷ്ടാന്തമായി കൃഷ്ണൻ ഗീതയിൽ കൊടുക്കുന്നത്. ജനകനെപ്പോലെ പ്രവർത്തിക്കണം, യുദ്ധത്തിൽ നിന്ന് പിൻവലിയരുത് എന്ന്. വളരെ വിശേഷപ്പെട്ട തത്വജ്ഞാനിയായി അദ്ദേഹം സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിച്ചു പോന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശേഷം. വേദവ്യാസരടക്കം പലരും അവരവരുടെ ശിഷ്യന്മാരെയും കുട്ടികളെയും ജനക മഹാരാജാവിൻ്റെ അടുക്കിലേക്ക് ജ്ഞാനം കിട്ടാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. ജനക മഹാരാജാവിൻ്റെ ബ്രഹ്മസദസ്സ് വളരെ പ്രസിദ്ധമാണ്. അവിടെ പല വിധത്തിലുള്ള ചോദ്യങ്ങളും ബ്രഹ്മവിദ്യയെ സംബന്ധിച്ച് എടുത്തിട്ട് അതിന് ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുന്ന ആൾക്ക് 1000 പശുക്കളെ വരെ കൊടുത്തു പിടിച്ചു എന്നൊക്കെ നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞു കാണും. അപ്പം അങ്ങനെ വളരെ വിശേഷപ്പെട്ട പ്രഗത്ഭനും പ്രസിദ്ധനുമായിരിക്കുന്ന ഒരു തത്വജ്ഞാനിയാണ് ജനകൻ. ആ ജനകൻ്റെ സദസ്സിൽ അഷ്ടാവക്ര മഹർഷി 8 വളവോടുകൂടി ചാഞ്ഞും ചെരിഞ്ഞും ഒടിഞ്ഞും വളഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും പിരിഞ്ഞും എല്ലാം കൂടി അങ്ങോട്ട് വന്നു. അത് വന്നത് കണ്ടപ്പോൾ സദസ്സ് മുഴുവനും കുലുങ്ങി ചിരിച്ചു. അത് കണ്ടിട്ട് അഷ്ടാവക്രരും ചിരിച്ചു. അപ്പോഴാണ് ജനകൻ്റെ മനസ്സിലൊരു വെളിപാടുണ്ടായത്. സദസ്സ് ചിരിച്ചത് മനസ്സിലാക്കാം, മഹർഷി ചിരിച്ചത് എന്തിനാണ്? ഇങ്ങനെയുള്ള വിദ്വാൻമാരെ വെച്ചുകൊണ്ടാണോ ജനക മഹാരാജാവ് രാജ്യം ഭരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ രാജ്യഭാരം എങ്ങനെ നന്നാവാനാ? ഇത് വലിയ ഒരു അമളിയല്ലേ, ഒരു തകരാറല്ലേ എന്ന് വിചാരിച്ച് പ്രസിദ്ധനായ ജനക മഹാരാജാവിൻ്റെ പൊള്ളത്തമോർത്താണ് ഞാൻ ചിരിച്ചേ എന്ന് പറഞ്ഞപ്പോൾ ജനക മഹാരാജാവിന് ഇതിലേറെ എന്തു വേണം? ഉടനെ കാക്കൽ വീണ് എനിക്ക് വിവേകവും ജ്ഞാനവും മുക്തിയുമെല്ലാം ഉപദേശിക്കൂ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ നടന്ന സംവാദം, മഹർഷിയും ജനകനും തമ്മിൽ നടന്ന സംവാദമാണിത്. കൃഷ്ണൻ്റെ ക്ഷേത്രവർണ്ണനയിൽ പഞ്ചഭൂതങ്ങൾ മാത്രമല്ല അവിടെ നിർത്തുന്നില്ല കൃഷ്ണൻ. ആ പഞ്ചഭൂതങ്ങളെ വിവരിച്ചതിന് ശേഷം അദ്ദേഹം സ്വവ്യക്തിത്വത്തിലേക്ക് വരുന്നു. നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടോ കൂട്ടരെ? വ്യക്തിത്വത്തിലേക്ക് വന്ന് അവിടെയും നിങ്ങൾ ചുഴിഞ്ഞ് അന്വേഷിക്കണം എന്ന് പറയുകയാണ് അദ്ദേഹം. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചരാഃ ഇച്ഛാദ്വേഷസുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതി ഏതക്ഷേത്രം സമാസേന സവികാരം ഉദാഹൃതം. ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ചിലപ്പോഴൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദി എൻറ്റയർ വേൾഡ് ഈസ് ആൻ ഓബ്ജക്റ്റ് ബിഫോർ അസ്. ഈ 2 വാക്ക് നിങ്ങൾ മനസ്സിലാക്കാതെ പറ്റില്ല. ഇംഗ്ലീഷിൽ ഓബ്ജക്റ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. മലയാളത്തിൽ 2 ശബ്ദമുള്ളത് കർമ്മം കർത്താന്നാണ്. അത് മുഴുവനും നമുക്ക് പറ്റിയതല്ല. അതുകൊണ്ട് സംസ്കൃതത്തിലുള്ള 2 ശബ്ദങ്ങളാണ് മലയാളത്തിലുമുണ്ട്. വിഷയം എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ്. ആ വിഷയത്തെ ഗ്രഹിക്കുന്നവൻ വിഷയി, അനുഭവിക്കുന്നവൻ അനുഭവി, കാണുന്നവൻ ദ്രഷ്ടാവ്, കേൾക്കുന്നവൻ ശ്രോതാവ്. അപ്പോൾ ഈ ലോകം മുഴുവനും വിഷയമാണ്. എന്തിനെക്കുറിച്ച് നാം അറിയുന്നുവോ അതൊക്കെ വിഷയം. അങ്ങനെ വരുമ്പോൾ മഹാഭൂതാന്യഹങ്കാരോ, ഈ മഹാഭൂതങ്ങൾ, പഞ്ചമഹാഭൂതങ്ങളുണ്ട്. അതുപോലെ അഹങ്കാരം, എൻ്റെ അഹങ്കാരം, എനിക്ക് അഹങ്കാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതും നമ്മളാൽ അറിയപ്പെടുന്നതാണ്. ബുദ്ധിയും എൻ്റെ ബുദ്ധി എന്ന് പറയുന്നതിനാൽ വിഷയമാണ്. അവ്യക്തം എന്ന് പറഞ്ഞാൽ ഈ സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ സമതുലിതമായി അവ്യക്തമായിരിക്കുന്ന ഒരു നില ഒരു തരത്തിലും ഇവിടെ നോക്കിയാൽ കണ്ടെത്താനോ തിരിച്ചറിയാനോ ഒന്നുമില്ലാത്തത്. അവ്യാകൃതം, അവ്യക്തം, ദി അൺമാനിഫെസ്റ്റഡ് ഫോം എന്ന് വരെ പറയും. ഇന്ദ്രിയാണി ദശൈകം ച, 5 ഇന്ദ്രിയങ്ങൾ. ദശൈകം ച, കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5. പഞ്ചചേന്ദ്രിയ ഗോചരാഃ, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ടുള്ള ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങൾ. അവിടുന്ന് അങ്ങോട്ട് മനസ്സിലേക്ക് കടന്നാൽ ഇച്ഛാദ്വേഷ സുഖം ദുഃഖം. ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ദ്വേഷം എന്ന് വെച്ചാൽ വെറുപ്പ്, സുഖം ദുഃഖം. ഈ സുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതി. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സംഘാതം, എ കളക്ഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ്, ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും സമാഹാരം. ചേതന, സാധാരണ നമ്മുടെ ഉള്ളിലുള്ളതായ ഉണർവ്, ബോധം. ധൃതിഹി എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി, വിൽ പവർ. ഇതെല്ലാം കൂടിച്ചേർന്നതാണ് ഏതക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. ഇതെല്ലാം കൂടിച്ചേർന്നതാണ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ലക്ഷണം എന്താ? സവികാരമുദാഹൃതം.
ഇതെപ്പോഴും വികാരത്തിന് വിധേയമാണ്, പരിവർത്തനപ്പെട്ടുകൊണ്ട് പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം പരിണമിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ക്ഷേത്രം, അത് മുഴുവനും വിഷയം. അപ്പോൾ ഈ ലോകം എങ്ങനെ നമുക്ക് ഓബ്ജക്റ്റ് വിഷയമാകുന്നുവോ അതുപോലെ നമ്മുടെ ശരീരം വിഷയമാണ്, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സ് സൂക്ഷ്മ വിഷയമാണ്, ബുദ്ധി സൂക്ഷ്മ വിഷയമാണ്. മനസ്സും ബുദ്ധിയും ജനിപ്പിക്കുന്നതായ സുഖദുഃഖങ്ങൾ, സംശയങ്ങൾ, അറിവ്, മറവ, ഓർമ്മ, ഇതൊക്കെ വിഷയമാണ്. അഹങ്കാരവും വിഷയമാണ്. അപ്പോൾ ഇവയ്ക്കെല്ലാം അതീതമായ ഒന്നുണ്ട്, അതിനെയാണ് നാം ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ ഞാൻ ഒന്ന് മാത്രമേ ഇവിടെ ക്ഷേത്രജ്ഞനായിട്ടുള്ളൂ. ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ, യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗാ തദ്വിദ്ധി ഭരതർഷഭ. സ്ഥാവരമോ ജംഗമോ ആയിട്ട് ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ഈ ക്ഷേത്രവും ക്ഷേത്രജ്ഞനവും കൂടിച്ചേർന്നുണ്ടായതാണ്. ഞാൻ വരുത്തി തീർക്കുന്ന പരിണാമമാണ് ഈ ലോകത്തിൽ എല്ലാം എല്ലാം. അതിൽ പരിണമിക്കാതെ ഇരിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അതാണ് സാക്ഷി, അതാണ് ക്ഷേത്രജ്ഞൻ. ഇങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കരുത്. ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഞാൻ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. ഈ ലോകത്തിലും ലോകവസ്തുക്കളിലും ആണല്ലോ പരിണാമം, അല്ലേ അല്ലേ? ആ ലോകവും ലോകവസ്തുക്കളും കാണുന്നതും വ്യവഹരിക്കുന്നതും എപ്പോഴാണ്? നിങ്ങൾ ഉണർന്നാൽ. നിങ്ങളാണ് ഉണരുന്നത്, ലോകമല്ല ഉണരുന്നത്. നിങ്ങളാണ് ഉണരുന്നത്, നിങ്ങളുടെ വീടല്ല, നാടല്ല, ലോകമല്ല. നിങ്ങളാണ് ഉണരുന്നത്. നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്, ഇന്ദ്രിയങ്ങളെ. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പഞ്ചഭൂത ദർശനമുണ്ടാവുന്നത്. ആ ഉണർവ് എത്ര കാലം നിൽക്കുന്നുവോ അത്ര കാലം നിങ്ങൾക്ക് അനുഭവവും വ്യവഹാരവും ഉണ്ടാവും. രാത്രി ആയാൽ എങ്ങനെ ഉണർന്നുവോ, എങ്ങനെ വ്യവഹരിച്ചുവോ, ആ ഉണർവിനെയും വ്യവഹാരങ്ങളെയും എല്ലാം തുടച്ചു മാറ്റി നിങ്ങൾ സ്വയം ഒന്നും അറിയാതെ, ലോകമറിയാതെ, ദേഹമറിയാതെ, മനസ്സും ബുദ്ധിയും അറിയാതെ എത്ര നേരം? 5, 6, 7, 8 മണിക്കൂർ. അപ്പോൾ 24 മണിക്കൂറിൽ 8 മണിക്കൂറിൽ നിങ്ങൾ ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് ഇപ്പം എന്നോട് പറയണം, എന്ത്? ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് നിങ്ങൾക്കുണ്ടോ? എന്താ മിണ്ടാത്തെ? ഒന്ന് പറയുന്നപ്പാ. ഭഗവാനെ വിവരിക്കുകയാണ് ഭൂമാനന്ദ സ്വാമി. നിങ്ങൾ തൊഴുന്നുണ്ടല്ലോ ക്ഷേത്രങ്ങളിൽ പോയി. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ആ വിഗ്രഹമല്ല അവിടെ പരമം, ആ വിഗ്രഹം സൂചിപ്പിക്കുന്നതാണ്. ആ ക്ഷേത്രജ്ഞനെ പറ്റി ഞാൻ പറയുമ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന, തേടി നടക്കുന്ന, തൊഴുത് അനുഗ്രഹം വാങ്ങി വരുന്ന ആ ദൈവത്തെ പറ്റിയാണ് പറയുന്നത്. ഞാൻ ആ ഞാനാണ് സർവ പരിണാമവും വരുത്തുന്നത്. പരിണാമം എപ്പോൾ? ഞാൻ ഉണർന്നാൽ. എതുവരെ? ഉറങ്ങുന്നത് വരെ. എൻ്റെ ഉറക്കത്തിൽ പരിണമിക്കുന്ന ലോകം ജനിച്ച് എൻ്റെ ഉറക്കത്തിൽ അസ്തമിക്കണു. അതിനെ ഉദിപ്പിക്കുന്നത് ഞാൻ, അതിനെ അസ്തമിപ്പിക്കുന്നത് ഞാൻ. അപ്പം പറയൂ, ഈ ഞാനാണോ ജ്യേഷ്ഠൻ അതോ ലോകമോ? എന്താ കൂട്ടരെ, ബുദ്ധി എടുത്ത് ആലോചിക്കൂ. പണയം വയ്ക്കരുത് ബുദ്ധിയെ. Tell me very clearly. The entire world arises in my consciousness. When I wake up, I project the world. ഈ ദ്രഷ്ടാവ് എന്നുള്ള നിലയ്ക്ക് കാണുന്ന ദൃശ്യം മുഴുവനും എൻ്റെ ഉള്ളിൽ ഞാൻ പതിപ്പിക്കുന്നതും ഞാൻ കാണുന്നതും ഞാൻ പരാമർശിക്കുന്നതും ഞാൻ വ്യവഹരിക്കുന്നതുമാണ്. ആ ഞാനാണ് എല്ലാറ്റിനെയും പരിണമിപ്പിക്കുന്നത്. ആകാശവൽ ലേഭവിദൂരഗോഹം. ആ ഞാൻ്റെ മാത്ര, അതിൻ്റെ മാനം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ എന്താണ് അതിന് മറുപടി? ആകാശം മാത്രമേ അതിനൊരു ദൃഷ്ടാന്തമാവൂ. ഭൂമി ആവില്ല.
പരിമിതമാണ് ഭൂമി. ഭൂമിയുടെ മുകളിലുള്ള സമുദ്രവും പരിമിതമാണ്. ചുറ്റുമുള്ള വായു പരിമിതം. വായുകോശത്തിന് മീതെ പോയാൽ, എയറോപ്ലെയിനിൽ പോയാൽ നിങ്ങൾക്ക് പ്രഷർ ഉണ്ടാക്കിയിട്ട് വേണം ശ്വസിക്കാൻ. അവിടെ കാറ്റില്ല. അഗ്നി എല്ലാ സ്ഥലത്തുമുണ്ടോ? ഇല്ല. ആകാശം മാത്രമേ സർവവ്യാപിയായി 4 ഭൂതങ്ങളിലുമുള്ളൂ. ആ ആകാശമാണ് നമ്മുടെ ഉള്ളിലുള്ള ഞാൻ്റെ മാനം, പരിമാണം. ഈ ശബ്ദങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമപ്പ. മാനം ഡയമെൻഷൻ, പരിമാണം ഡയമെൻഷൻ, അതിൻ്റെ വിസ്തൃതി, അതിൻ്റെ വൈപുല്യം, അതിൻ്റെ വ്യാപ്തി. നമ്മുടെ ഞാൻ എന്നതിൻ്റെ വ്യാപ്തി അളക്കാൻ ലോകത്തിലൊന്നുമില്ല. ആകാശം മാത്രമേ അതിന് സദൃശമാവൂ. സംവാട്ട് ആകാശം ദ്രവ്യാകാശം ജഡമാണ്, ഉള്ളിലുള്ളതോ ഞാൻ ചിദാകാശമാണ്. വ്യത്യാസം മനസ്സിലായോ കൂട്ടരെ? ഒന്ന് ദ്രവ്യാകാശം, മറ്റതോ ചിദാകാശം. ആകാശവൽ ലേപവിദൂരഗോഹം. ആകാശത്തെ പോലെ ലേപഹീനനാണ്, നിർലിപ്തനാണ് ഞാൻ. ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം. ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം. ഇപ്പൊ സൂര്യപ്രകാശം പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഭൂമിയിലുള്ളതിനെയും കാണിച്ചു തരുന്നു. ഇനി സൂര്യപ്രകാശത്തിന് സ്വയം കാണിച്ചു തരാൻ അതിന് വേറെ ഒരു പ്രകാശം ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ ഒറ്റ നോട്ടത്തിൽ വസ്തുക്കളും വെളിപ്പെടുന്നു. വസ്തുക്കളെ വെളിപ്പെടുത്തി തരുന്ന സൂര്യപ്രകാശവും വെളിപ്പെടുന്നു. അപ്പോൾ സൂര്യപ്രകാശനത്തിന് 2 ദൗത്യമാണ്. ഞാനുണ്ടെന്ന് വെളിപ്പെടുത്തലും എൻ്റെ സാന്നിധ്യത്തിൽ ഇതാ മറ്റു വസ്തുക്കളെയും ഞാൻ വെളിപ്പെടുത്തി തരുന്നു. അതുപോലെ ഞാൻ സ്വയം ഞാൻ എന്നിങ്ങനെ നമ്മളെ അറിയിപ്പിക്കുന്നു. കൂട്ടത്തിൽ ആ ഞാൻ ഇന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്തെ മുഴുവനും വെളിപ്പെടുത്തി തരുന്നു. ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം. എന്നെ വെളിപ്പെടുത്താനായി വേറെ ലോകത്തിലൊന്നുമില്ല. അഹാര്യവത് നിത്യവിനിശ്ചലോഹം. മഹാമേരു പർവ്വതം, ഹിമാലയ പർവ്വതമൊക്കെ ഉണ്ടല്ലോ, അതേമാതിരി ഞാൻ നിശ്ചലനാണ്. അംബോധിവത് പാരവിവർജിതോഹം. സമുദ്രത്തെ പോലെ അതിർത്തിയില്ലാത്തവനാണ്. ഒന്ന് പാടിനപ്പ നിങ്ങൾ. വെളിച്ചാവുമ്പോൾ എണീറ്റ് മുള്ളു കുത്തിയാ തുടങ്ങി. ഓ ഭഗവാൻ എന്നെ ശിക്ഷിച്ചു, ഭഗവാൻ എന്നെ ശിക്ഷിച്ചു. ഭഗവാൻ ശിക്ഷിക്കോ? ശിക്ഷിക്കാനാ ഭഗവാൻ? നിങ്ങളാണ് ശിക്ഷിക്കുന്നത്, പോലീസുകാരാ ശിക്ഷിക്കുന്നത്, കോടതിയാ ശിക്ഷിക്കുന്നത്. ഭഗവാൻ ഒരാളെയും ശിക്ഷിക്കില്ല. അദ്ദേഹത്തിന് ആ ചോദ്യമേ വരണില്ല. അദ്ദേഹത്തിന് ശിക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ആര് കുറ്റം ചെയ്യണു? ഒരു കുറ്റവും ചെയ്യണില്ലല്ലോ. നമ്മളൊക്കെ ക്ഷേത്രജ്ഞന്മാരല്ലേ, പരമാത്മാവല്ലേ, ഇത് ഭഗവാനല്ലേ ഏറ്റവും കൂടുതൽ അറിയാം. ആ ആത്മാവിൽ ഒരു പരിണാമവും ഒരു പരിണത ഫലവും ഉണ്ടാവുന്നില്ല. പിന്നെ എന്തിനെ നോക്കിയിട്ടാ നിങ്ങൾ പാപം, പുണ്യം, കർമ്മം, അകർമ്മം, ദോഷം, ഗുണം എന്തിനായി പുലമ്പല്? മൂഢത്വത്തിൻ്റെ പരിലേശനമാണ് ഈ കാണുന്നത് മുഴുവൻ. അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ടത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഈ കാര്യം. അപ്പം നമ്മുടെ ഉള്ളിലുള്ള പരിമാണം ഈ ആകാശത്തെ പോലെയാണ്. ആകാശവൽ ലേപവിദൂരഗോഹം. വെളിച്ചാവുമ്പോൾ എണീട്ടാ പാടൂ, കേൾക്കൂ, ചെവി കൊണ്ട് രസിക്കൂ, നുണയൂ, ബുദ്ധി കൊണ്ട് വിഭാവനം ചെയ്യൂ. ഓരോ പദവും ഓരോ അക്ഷരവും അതിൻ്റെ ആശയവുമെല്ലാം. യദിദേഹം പൃഥകൃത്യ ചിതി വിശ്രാമ്യ തിഷ്ഠസി അധുനൈവ സുഖീശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി. യദിദേഹം പൃഥകൃത്യ ചിതി വിശ്രാമ്യ തിഷ്ഠസി. ജനക മഹാരാജാവേ, താങ്കൾ എന്നോട് ചോദിച്ചില്ലേ എങ്ങനെയാണ് മുക്തി സംഭവിക്കുക? മുക്തി സംഭവിക്കാനുള്ള വഴി ഇതാണ്. 2 ഉള്ളൂ ഇവിടെ. എന്താ 2? യദിദേഹം പൃഥകൃത്യ. കാണപ്പെടുന്ന ദേഹം അത് ദൂരത്തോ അടുത്തോ? ഈ ദേഹം ദൂരത്തോ അടുത്തോ? ആ ദേഹത്തിനെ മനസ്സിൽ വിചാരം ചെയ്ത് പൃഥകൃത്യ അതിനെ വേർതിരിച്ച് നിർത്തണം. എങ്ങനെ? എൻ്റെ ദേഹം കാണപ്പെടുന്നതാണ്, അറിയപ്പെടുന്നതാണ്, ഉണരപ്പെടുന്നതാണ്. അതുകൊണ്ടത് വിഷയമാണ്, ഓബ്ജക്റ്റാണ്. അത് വസ്തുവാണ്. ചിതി വിശ്രാമ്യ തിഷ്ഠസി. ആ ദേഹത്തെ വേറെടുത്തുക. അത് ദൃശ്യമാണ്, ഓബ്ജക്റ്റാണ്, അറിയുന്നവനാണ് ഞാൻ, ഉണരുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞ്
ആ ഉണർച്ച എന്ന് പറയുന്ന ആ സാധനമുണ്ടല്ലോ, അതിനെ എങ്ങനെ ചിത്രീകരിക്കും? ആ ചിത്തിൽ, ആ കോൺഷ്യസ്നെസ്സിൽ വിശ്രാമ്യതിഷ്ഠസി, എല്ലാറ്റിനെയും മറന്ന് അതിലങ്ങടെ അമർന്നിരിക്കുക. ഓടരുത്, ചാടരുത്, തേടരുത്, കുതിക്കരുത്. ആസന പ്രാണായാമ പ്രത്യാഹാരങ്ങൾ ഒന്നും ഇവിടെ വരണില്ല. നിങ്ങളുടെ ബുദ്ധിയെടുത്ത് വിവേകം വളർത്തി വിശേഷ ബുദ്ധിയോടുകൂടി രണ്ട് സാധനമാണ് ക്ഷേത്രജ്ഞൻ, ക്ഷേത്രം. ആ ക്ഷേത്രമാണ് എൻ്റെ ശരീരം, അതിൽ പെട്ടതാണ് മനസ്സ്, അതിൽ പെട്ടതാണ് ബുദ്ധി. എല്ലാം തന്നെ ദൃശ്യം ക്ഷേത്രമാണ്. സുഖവും ദുഃഖവും അതാണ്, അറിവും മറവും അതാണ്, ഉറക്കവും ഉണർവും അതാണ്, സ്വപ്നവും അതാണ്. എല്ലാറ്റിനെയും വിട്ടുകളഞ്ഞ് എല്ലാറ്റിനും സാക്ഷിയായിരിക്കുന്ന ഞാൻ, ആ ഞാനിൽ വിശ്രാമ്യതിഷ്ഠസി. നിങ്ങൾ ഒരിക്കലും പറയരുത് എൻ്റെ മനസ്സ് ചിന്തിച്ചു എന്ന്. ചിന്തിക്കുമ്പോൾ മനസ്സല്ലാതെ ആവുന്നുണ്ടോ? ചേതനാമയമാണ് മനസ്സ്. അത് ചിന്തിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റതിൽ? ആ ചിന്ത അതിൻ്റെ ഒരു പ്രകടനമല്ലേ? നിങ്ങളുടെ കാലുകൊണ്ട് നടന്നാൽ എൻ്റെ കാല് നടന്നുവല്ലോ, കാലല്ലാതെ ആയില്ലോ എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? നാവ് സംസാരിക്കുമ്പോൾ നാവല്ലാതെ ആവുന്നുണ്ടോ? ചേതനാത്മകമായ മനസ്സ് ചിത്തവൃത്തികൾ ജനിപ്പിക്കുമ്പോൾ മനസ്സല്ലാതെ ആവുന്നുണ്ടോ? ആ ചിത്തവൃത്തിയോടുകൂടി ആ ചിത്തത്തിൽ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കൂപ്പാ. ചിതി വിശ്രാമ്യതിഷ്ഠസി. ഞാൻ ദ്രഷ്ടാവാണ്. ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ ആ ചിന്തകളെ ഉണരുന്നവനാണ് ഞാൻ. ചിന്തകനാണ്. ചിന്തനം എന്നിൽ നിന്ന് പുറപ്പെടുന്നു, എൻ്റെ പ്രകടനം, അതിൻ്റെ പരിണതഫലം ചിന്ത. ചിന്തയും ചിന്തനവും ചിന്തകനെ അന്യഥാകരിക്കുന്നില്ല. എൻ്റെ ഭാഷ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ചിന്തയും ചിന്തനവും ചിന്തകനെ അന്യഥാകരിക്കുന്നില്ല. നടക്കുമ്പോഴും ഓടുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ചാടുമ്പോഴും എല്ലാ സമയത്തും കാലല്ലാതെ ആവുന്നുണ്ടോ? ഉണ്ടോ? പിടിക്കുമ്പോൾ കൈ അല്ലാതെ ആവുന്നുണ്ടോ? പിടുത്തം വിട്ടാലോ കൈ അല്ലാതെ ആവുന്നുണ്ടോ? അപ്പം മനസ്സ് ചിന്തിച്ചോട്ടെ, ബുദ്ധി ആലോചിച്ചോട്ടെ. ആലോചിക്കുന്ന ബുദ്ധിയും അതിൽ നിന്ന് പുറപ്പെടുന്ന ആലോചനയും രണ്ടും തന്നെ എൻ്റെ പ്രകടനമാണ്. ഞാൻ ഇതിനെല്ലാറ്റിനും താങ്ങും തണലുമായി വ്യാപകമായി പരിലസിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിൽ വിശ്രമിക്കൂ ജനക. മനസ്സിനെ പേടിക്കരുത്, ചിന്തകളെ ഭയപ്പെടരുത്. എൻ്റെ ചിന്ത പറന്നു ഓടി എന്ന് പറയും. എപ്പോഴെങ്കിലും ഒരു സമയത്ത് മനസ്സ് ശരീരത്തിന് പുറത്ത് കിടന്നാൽ ബാക്കിയുള്ളവർ നിങ്ങളെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. ഒരിക്കലും നമ്മുടെ മനസ്സ് പുറത്തു പോകുന്നില്ല. ചിന്തിക്കുന്നത് കൊണ്ട് മനസ്സല്ലാതെ ആവുന്നില്ല. ആ മനസ്സിനെയും ചിന്തകളെയും രണ്ടിനെയും ഒരുപോലെ വിഷയമായി, ഓബ്ജക്റ്റായി കണക്കാക്കി ചിന്തിക്കുന്ന മനസ്സിനെയും ചിന്തകളെയും എല്ലാം തന്നെ കണ്ട് മനസ്സിലാക്കുന്ന ആ സാക്ഷിയാണ് ഞാൻ എന്ന് വിചാരിച്ച് ആ സാക്ഷിത്വത്തിൽ എൻ്റെ പൊന്നു ജനക, സിംഹാസനത്തിൽ ശരീരമിരിക്കുന്നത് പോലെ ജനകൻ്റെ ഉൾവ്യക്തിത്വം ആ സാക്ഷിയായിരിക്കുന്ന ചൈതന്യവിശേഷത്തിൽ വിശ്രമം കൊള്ളട്ടെ. അങ്ങനെ തൻ്റെ ഉള്ളിൽ തൻ്റെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും വിശ്രമിക്കാൻ സാധിക്കുമെങ്കിൽ ചിന്തകളെ ഭയപ്പെടാതെ, ഓർമ്മയെ ഭയപ്പെടാതെ, ജിജ്ഞാസയെ ഭയപ്പെടാതെ, അറിവിനെ ഭയപ്പെടാതെ, ബാഹ്യവസ്തുക്കളെ ഭയപ്പെടാതെ, ഞാനോ പഞ്ചഭൂത വിലക്ഷണൻ, പഞ്ചഭൂതങ്ങളും ഞാനുമായി ഒരു ബന്ധവുമില്ല, അവയെ വെളിപ്പെടുത്തുന്നു ഞാൻ. എൻ്റെ വെളിച്ചത്തിലാണ് പഞ്ചഭൂതങ്ങൾ പ്രകാശിക്കുന്നത്. പഞ്ചഭൂതങ്ങൾക്ക് എന്നെ വിട്ടോ എന്നെ കവച്ചോ ഒരു സ്ഥാനമില്ല, മഹിമയില്ല, കഴിവില്ല. സർവ കഴിവും എന്നിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഞാൻ കണ്ടാൽ ഇവ കാണപ്പെടും, ഞാൻ കണ്ടില്ലെങ്കിൽ ഇവ ഇരിക്കുന്ന സ്ഥലവും കൂടി അഡ്രസ്സും കൂടി ഒരാൾക്കും അറിയില്ല എന്നിങ്ങനെ വിചാരിച്ച് അങ്ങനെ ഉള്ളിൽ വിശ്രമിക്കുകയാണെങ്കിൽ അധുനൈവ സുഖീ ശാന്തോ, ഈ നിമിഷം തന്നെ ജനക മഹാരാജാവേ അങ്ങ് സുഖിയാവും, ശാന്തനാവും. അതോടുകൂടി ബന്ധമുക്തോ ഭവിഷ്യസി, സർവബന്ധനങ്ങളും പോവും. ആർക്കാണ് ഇവിടെ ബന്ധനം? ഭൂമി നിങ്ങളെ ബന്ധിക്കോ? വെള്ളം നിങ്ങളെ ബന്ധിക്കോ? വായു നിങ്ങളെ ബന്ധിക്കോ? അഗ്നി നിങ്ങളെ ദഹിപ്പിക്കുവോ? ആകാശം നിങ്ങളെ പരത്തുവോ? ഒന്നും ചെയ്യില്ലല്ലോ. എന്ത് ബന്ധനം? എവിടുന്ന്?
ആർക്ക്? എന്തിന്? എപ്പോൾ? തെറ്റിദ്ധരിച്ച് പുലമ്പരുത്. ബന്ധമുക്തോ ഭവിഷ്യസി. യദി ദേഹം പൃഥക്കൃത്യ ചിതി വിശ്രാമ്യതിഷ്ഠസി അധുനൈവ സുഖീ ശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി. എങ്ങനെയുണ്ട് നമ്മൾ? ഒന്ന് കൈയൊന്ന് പൊന്തിക്കും നിങ്ങൾക്ക് ഇഷ്ടമായാൽ. എന്താണെന്നറിയോ? ഭൂമാനന്ദ സ്വാമിക്ക് വളരെയധികം സെൻസിറ്റീവ്നെസ് ഉണ്ട്. ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ ഒരു ദുസ്സാധ്യമായ ഒരു കൃത്യവും എടുത്തുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. രസകരമായി, ശ്രവണാർഹമായി, ശ്രവണമധുരമായി, അതിസൂക്ഷ്മമായ തത്വത്തെ വേണ്ടതുപോലെ അതിൻ്റെ മഹിമയോടുകൂടി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ സാധിക്കണമല്ലോ. നിങ്ങൾ ആർക്കും ഇത് കേൾക്കാൻ പറ്റിയില്ല, പോയി എന്ന് പറഞ്ഞാൽ ഞാൻ കരഞ്ഞു തുടങ്ങുമുള്ളുകൊണ്ട്. എന്താ, ഞങ്ങൾക്ക് അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും ഇല്ലെങ്കിലും. അപ്പം നിങ്ങളൊക്കെ എൻ്റെ കൂടെ വരണം, കൂടെ വരണം. ഇങ്ങനെ ഒരു ശാസ്ത്രം എഴുതി ഉണ്ടാക്കിയപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കും വേണമല്ലോ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ ധന്യധന്യന്മാരാണ്. എത്ര പുണ്യാത്മാക്കളും അനുഗ്രഹീതരുമാണ് ഈ പ്രേക്ഷകരെന്ന് എനിക്ക് വർണ്ണിക്കാൻ വാക്കില്ല, ആദിശേഷന് കൂടി പറ്റില്ല. തൃശ്ശൂർ നഗരത്തിൽ വടക്കുനാഥൻ പുണ്യസങ്കേതത്തിൽ ബഹുശതം ജനങ്ങളിരുന്ന് ഈ അതിസൂക്ഷ്മമായിരിക്കുന്ന ആത്മതത്വ പ്രവചനം ഇത് കേൾക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലോ? നിങ്ങളുടെ പൂർവികർ വളരെയധികം അഭിനന്ദിക്കുന്നു. വരും തലമുറകൾ നിങ്ങളെ വളരെയധികം കൃതജ്ഞതയോടുകൂടി നോക്കും. ഈ സദ്ബുദ്ധി നിങ്ങൾക്ക് എന്നും ഉണ്ടാകട്ടെ. തത്കാലം ഇനി നിർത്തുകയാണ്. ശ്ലോകം പറഞ്ഞു ഓംകാരം ജപിച്ച് നമുക്ക് പിരിയാം. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിപ്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവമഹം തദേവ പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണഭൂമി. ഹരി ഓം, ഹരി ഓം. എല്ലാവരും കൂടി ഓ